ആദ്യം തന്നെ ഒരു റിക്വസ്റ്റ്, ബുദ്ധിമുട്ടില്ലാത്തവരൊന്ന് വീഡിയോ ഓൺ ചെയ്തേ. ഓക്കെ. മാം എനിക്ക് ഒട്ടും സുഖമില്ല. കയ്യില് നല്ല നീര്, 2 കയ്യിലും. അയ്യോ, നല്ല പെയിനുമായിട്ട് ഞാൻ അങ്ങനെ ഇരിക്കുന്നത്. ഞാൻ അതുകൊണ്ട് വീഡിയോ ഓൺ ആക്കുന്നില്ല. കുഴപ്പമില്ല. ചേഞ്ചത്തോൺ എന്നുള്ള ഞങ്ങൾ ഓൾറെഡി നടത്തി വരുന്ന ഒരു പ്രോഗ്രാമിന്റെ കുറച്ചൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു. ചില എന്താ പറയാ, ഒഴിവാക്കാൻ പറ്റാത്ത ചില കാരണങ്ങൾ കൊണ്ട് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ റീസ്റ്റാർട്ട് ആണ് ഇന്നു മുതൽ. അപ്പൊ അത് നമ്മളെ പോലെയുള്ള കുറച്ച് വനിതകൾക്കും കൂടി ജോയിൻ ചെയ്യാനുള്ള ഒരു അവസരം എന്നുള്ള രീതിയിൽ ഒരു വീക്ക് ന്യൂ മെമ്പേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി ചെയ്യാണ്. എന്താ ഷീ വീക്ക് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു 7 days ന്യൂ മെമ്പേഴ്സിനെ, നമ്മളുടെ ഷീ സ്കില്ലിന്റെ പല എൻക്വയറി കമ്മ്യൂണിറ്റികളിൽ കണ്ടിന്യൂ ചെയ്യുന്നവരുണ്ട്, ന്യൂ മെമ്പേഴ്സ് ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് നമ്മളുടെ കൂടെ ഒരു 7 ദിവസം ഷീ സ്കില്ലിന്റെ ക്ലാസ് എന്താണ്, ഷീ സ്കില്ലിന്റെ സ്കിൽ ട്രെയിനിങ് ആണ്. അതായത് നമുക്ക് വീട്ടിലിരുന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ പ്രാപ്തരാക്കുന്ന, ലേഡീസിനെ പ്രാപ്തരാക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ, പിന്നെ ഫുഡ് ഐറ്റംസ്, റെസിൻ ആർട്ട്, ഹോം ടെക്കർ, ഗിഫ്റ്റ് ഐറ്റംസ്, സ്റ്റിച്ചിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ചധികം കാര്യങ്ങൾ, അതായത് നമ്മുടെ സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റുന്ന ഒരു ട്രെയിനിങ് പ്രോഗ്രാമുകളാണ് ഏകദേശം 6 വർഷത്തോളായി, ആറല്ല കൃത്യം പറഞ്ഞാൽ 5.5 വർഷത്തിന് മുകളിലായിട്ട് ഷീ സ്കില്ലുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പല ട്രെയിനിങ് പ്രോഗ്രാമുകൾ നേടിയവര് സ്വന്തമായിട്ട് വരുമാനം നേടാനും സംരംഭം സ്റ്റാർട്ട് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്, സ്റ്റാർട്ട് ചെയ്തിട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഈ ചേഞ്ചത്തോൺ എന്നുള്ള പ്രോഗ്രാം നമ്മൾക്ക് സ്കിൽ ട്രെയിനിങ് എന്നുള്ളതിനേക്കാൾ ഉപരി നമ്മളെ മെന്റൽ സ്ട്രെങ്ത് കൂട്ടാനും നമുക്ക് എല്ലാ രീതിയിലും കുറച്ച് മാറ്റം വരുത്തുന്ന ഒരു 100 days പ്രോഗ്രാം ആണ്. ഇന്ന് മുതലാണ് ആ 100 days പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു കോമ്പറ്റീഷനും കൂടിയാണ്. അതായത് ഇതിലൂടെ നല്ല രീതിയിലുള്ള ഒരു മാറ്റം ആരാണ് കാഴ്ചവെക്കുന്ന അങ്ങനെയുള്ള 3 മെമ്പേഴ്സിന് പിന്നെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് പ്രൈസ് കൊടുക്കുന്നുണ്ട്, ക്യാഷ് പ്രൈസ് നൽകുന്നുണ്ട്. അതുകൂടാതെ പിന്നെ ഗ്രൂപ്പിനും നൽകുന്ന രീതിയിലാണ് ഈ പ്രോഗ്രാം പോകുന്നത്. അപ്പൊ നമ്മുടെ ചേഞ്ചത്തോണ്ട ക്ലാസ് ടൈം 7 to 8 ആണ്. കൺഫ്യൂഷൻ വേണ്ട. ന്യൂ മെമ്പേഴ്സ് പിന്നെ ഷീ വീക്ക് ചാലഞ്ച് എന്ന് കണ്ടിട്ട് ഇതെന്താ ചേഞ്ചത്തോൺ എന്ന് പറയുന്നതെന്ന് കരുതണ്ട. ചേഞ്ചത്തോൺ എന്ന് പറഞ്ഞ ഒരു പ്രോഗ്രാമിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് ന്യൂ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഒരു 7 ദിവസം മാറ്റി വെച്ചതാണ്. ഈ 7 ദിവസം നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ജോയിൻ ചെയ്യാം, ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്താണ് അതിന്റെ ഒരു റിസൾട്ട് എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം. ഒന്നുമില്ല, നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് പല കാര്യങ്ങൾ ചെയ്ത് ഒരു ഇൻകം ഏൺ ചെയ്യാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോ നമ്മളെപ്പോഴും എന്ത് കാര്യം പിന്നെ ആവട്ടെ എന്ന് കരുതി മാറി നിൽക്കും. ഷീ സ്കില്ലിലെ ട്രെയിനിങ്ങിനെ സംബന്ധിച്ച് വലിയ ഫീസൊന്നും ഇല്ലാതെ എന്നാൽ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്ന പരിശീലനം നൽകി നിങ്ങൾക്കത് പ്രയോജനപ്രദമാവുന്നത് വരെ വേണ്ട സപ്പോർട്ട് നൽകി മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് എന്താ പറയാ മാസ്റ്റർ8ന്. നിങ്ങൾക്ക് ഷീ സ്കില്ലിന്റെ ഈ ഒരു സ്കിൽ ട്രെയിനിങ് കൂടാതെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഷീമിത്ര എന്നുള്ള ഒരു സംവിധാനം കൂടി ലോഞ്ച് ചെയ്യാണ്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ പിന്നീട് പറയാം. ഇന്ന് നമ്മൾ എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സപ്ന മാമിന്റെ ക്ലാസ് ആണ്. ഷീ സ്കില്ലിലെ ചേഞ്ചത്തോൺ മെമ്പേഴ്സ് എത്രത്തോളം ആ ക്ലാസ്സിന് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ഇല്ലേ നിമ്മി, നിങ്ങളൊക്കെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലേ? പിന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും, വരുമാനം നേടാൻ പറ്റും, ഒക്കെ ശരി തന്നെയാണ്. പക്ഷെ എനിക്ക് എത്രത്തോളം പിന്നെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ആത്മവിശ്വാസം എനിക്കില്ലാത്തിടത്തോളം കാലം ഞാൻ 0 ആണ്, അല്ലേ? നമ്മൾ എന്ത് ട്രെയിനിങ് കിട്ടിയാലും നമ്മൾ മെന്റലി കുറച്ച് സ്ട്രെങ്ത് വേണം, അല്ലെങ്കിൽ ഒരു കോൺഫിഡന്റ് ലെവൽ വേണം. എന്നാൽ മാത്രമേ നമുക്ക് ചുറ്റുമുള്ള സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുള്ളൂ. ഷീ സ്കില്ലിൽ ഈ ചേഞ്ചത്തോണിന്റെ ട്രെയിനിങ്ങിന് മുന്നേ തന്നെ എന്ത് പരിശീലനവും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡന്റ് നൽകുന്ന രീതിയിൽ തന്നെയാണ് ട്രെയിനിങ് പ്രോഗ്രാം എങ്കിലും അതിനോടൊപ്പം ഇങ്ങനെയുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് ഡെവലപ്പ് ചെയ്യാനുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വേറെ കുറച്ച് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഈ ചേഞ്ചത്തോൺ പ്രോഗ്രാം ചെയ്യുന്നത്. അതിൽ നമുക്ക് 2 ട്രെയിനേഴ്സ് ആണുള്ളത്. മൺഡേകളിൽ മൈൽ സ്റ്റോൺ മൺഡേ എന്ന് പറഞ്ഞിട്ട്
സഫ്ന മാം കൈകാര്യം ചെയ്യുന്ന പ്രോഗ്രാമും, ഫ്രൈഡേകളിൽ ഫ്രീഡം ഫ്രൈഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രോഗ്രാം, പിന്നെ ട്യൂസ്ഡേ ടുഗദർനെസ് ട്യൂസ്ഡേ, നമ്മുടെ ഷീ സ്കില്ലിലൂടെ മുന്നോട്ട് വന്ന് സംരംഭം ചെയ്ത് എന്താ പറയാ വരുമാനം നേടുന്നവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ദിവസമാണ് ട്യൂസ്ഡേ, ടുഗദർനെസ് ട്യൂസ്ഡേ. വെനസ്ഡേ വെൽനെസ് വെനസ്ഡേ, അതിൽ യോഗ ക്ലാസ്, അതുപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത് ഒന്നുകൂടി വ്യായാമം കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ക്ലാസ്സുകളാണ്. പിന്നെ വെൽനെസ് വെനസ്ഡേ. തേഴ്സ്ഡേ പിന്നെ ടേസ്റ്റി ട്വിസ്റ്റ്, അതായത് ഫുഡ് ഐറ്റംസ് ഒക്കെ പരിശീലിപ്പിക്കുന്ന ക്ലാസ്സുകളാണ്. സാറ്റർഡേ സൺഡേ വീണ്ടും സ്കിൽ ട്രെയിനിങ്, അതായത് നിങ്ങൾക്ക് നമ്മളിപ്പം ഒരു റെസിൻ ആർട്ടിസ്റ്റ് ആവാനുള്ള ഫുൾ ട്രെയിനിങ്, പിന്നെ ഒരു ഹോം ബേക്കർ ആവാനുള്ള ഫുൾ ആയിട്ടുള്ള ട്രെയിനിങ്, ഗിഫ്റ്റ് മേക്കർ ആവാനുള്ള, അങ്ങനെ ഫോക്കസ് ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിലും അതല്ലാതെ ഞാൻ അങ്ങനെയൊന്നും ഇല്ല, ഞാനൊരു സംരംഭം ഒന്നും ചെയ്യുന്നില്ല, ഞാൻ വീട്ടിലിരുന്ന് എന്തെങ്കിലും കുഞ്ഞിതായിട്ട് ചെയ്യാന്നുള്ളവർക്ക് ഈ സാറ്റർഡേ സൺഡേകളിൽ ചെറിയ ചെറിയ വർക്കുകളുടെ സ്കിൽ ട്രെയിനിങ് നൽകുന്നുണ്ട്. അപ്പൊ എന്തായാലും നിങ്ങൾ ഇന്ന് മൺഡേ ടു സൺഡേ വരെ നിങ്ങൾ എന്തായാലും ഞങ്ങളെ കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യുക. ക്ലാസ് ടൈം ശരിക്കും 7 to 8 ആണ്. 8 to 9 വെച്ചത് ഇന്ന് ബറാത്ത് ആയതുകൊണ്ട് ആ ഒരു ടൈം ബുദ്ധിമുട്ടാവണ്ടെന്ന് കരുതിയിട്ടാണ്. എല്ലാവർക്കും 8 to 9 ആണ് ഓക്കെ എങ്കിൽ ആ ഒരു രീതിയിൽ നമുക്ക് ക്ലാസ് നടത്താവുന്നതാണ്. പിന്നെ കുട്ടികളുടെ പഠനത്തിനിടയിൽ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 7 to 8 വെച്ചത്. അപ്പൊ എന്തായാലും ഞാൻ വിചാരിക്കുന്നു സഫ്ന മാം ജോയിൻ ചെയ്തിട്ടുണ്ട്. സഫ്ന മാം ജോയിൻ ചെയ്തോ? ജോയിൻ ചെയ്തു അല്ലെ? ഓക്കെ. അപ്പൊ ഞാൻ ഇനിയും ഇവരുടെ സമയം ഞാൻ എടുത്തു കഴിഞ്ഞാല് നിമ്മിയൊക്കെ എന്താ പറയാ, ഇവര് അത്രയും നാളുകളായിട്ട് വെയിറ്റ് ചെയ്യണം. കുറച്ച് ഗ്യാപ്പ് വന്നതുകൊണ്ട് ഇവർക്ക് എന്തായാലും ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ സഫ്ന മാമിന്റെ ക്ലാസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം മാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഞാൻ തൽക്കാലം മൈക്ക് ഓഫ് ചെയ്യാം, അതുപോലെ വീഡിയോ ഓഫ് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഓക്കെ മാം, വെൽക്കം. Thank you, ma'am. Thank you so much. Hello, good evening. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening, ma'am. മാമിന്റെ പിൻ ചെയ്യുന്നതിന് മുന്നേ മാമിന്റെ ക്യാമറ എന്താ പറയാ, ഫേസ് അങ്ങനെ കാണുന്നില്ല. പിൻ ചെയ്താൽ ഓക്കെ ആയിരിക്കും. പിൻ ചെയ്താൽ ഓക്കെയാണ്. എല്ലാവരും പിൻ ചെയ്താൽ കണ്ടോളൂ കേട്ടോ. ഓക്കെ, കുഴപ്പമില്ല. പിൻ ചെയ്യുമ്പോ കുഴപ്പമില്ല. ഓക്കെ, മൈക്ക് ഓക്കെ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? മൈക്ക് ഓൺ ചെയ്യൂ. എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. എല്ലാരും ഹാപ്പിയാണ്. അല്ല, എല്ലാരും ഹാപ്പി അല്ലേ? സപ്ന മാം ഒന്ന് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്തോ. ഓക്കെ അല്ല, കുറച്ചും കൂടി അതെന്താണോ നെറ്റിയുടെ ഭാഗമൊന്നും കാണുന്നില്ല. നമ്മുടെ ഷോൾ ഇട്ട ഈ ഭാഗത്തേക്കാണ് കൂടുതൽ കാണുന്നത്. ഇപ്പോഴും കാണുന്നില്ല? നോക്കട്ടെ. കാണുന്നില്ല. അല്ല, ഫേസ് ശരിക്ക് കാണുന്നില്ല. പിൻ ചെയ്യുമ്പോ കാണുന്നുണ്ട്. പിൻ ചെയ്യുമ്പോ കുഴപ്പമില്ല. എല്ലാരും പിൻ ചെയ്യാൻ അറിയാത്തവരുണ്ടെങ്കിൽ പിൻ ചെയ്ത്. ഓക്കെ, അതെ, ഇന്ന് എനിക്ക് എല്ലാം ഒന്ന് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ പറ്റില്ല. കുറച്ച് തിരക്കുള്ള ഒരു ദിവസമായി പോയി. അപ്പൊ ഇൻഷാല്ലാ അടുത്ത ദിവസം മുതൽ നമുക്ക് എല്ലാം സെറ്റ് ചെയ്യാം. ഓക്കെ. ഇനി ക്യാമറ ഓൺ ചെയ്യാൻ പറ്റുന്നവരെല്ലാവരും മാക്സിമം ക്യാമറ ഓൺ ചെയ്യാം. ഞാൻ പറയാൻ വേണ്ടി വെയിറ്റ് ചെയ്യാറുന്നു നിങ്ങള്. ഓക്കെ, ഞാൻ നിങ്ങളെ കുറ്റം പറയില്ല കേട്ടോ. ഞങ്ങളൊക്കെ ഇതുപോലെ തന്നെയാ. പിന്നെ നമ്മൾ ഈ പൊസിഷനിൽ ഇരിക്കുമ്പോ നമ്മൾ പറയൂലോ നിങ്ങൾ ഓൺ ചെയ്യ് എന്ന്. എനിക്ക് ആദ്യം പറയാലോ, അതാണ്. ഓക്കെ, ഒത്തിരി ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. വീണ്ടും നമ്മളെല്ലാവരെയും ഇതുപോലെ ഒരുമിച്ച് കാണാനായിട്ടുള്ള നമ്മൾ അനുഗ്രഹിച്ച ദൈവത്തിന്, സർവശക്തന് നന്ദി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അല്ലേ? നമ്മളെപ്പോഴും അങ്ങനെയല്ലേ? നന്ദി കാണിച്ചിട്ടല്ലേ നമ്മൾ തുടങ്ങാറുള്ളൂ. എപ്പോഴും ഞാൻ പറയാറില്ലേ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരാവണമെന്ന്. നമ്മളെപ്പോഴും നന്ദിയുള്ളവരായിരിക്കാം കേട്ടോ. ഇന്ന് നമ്മളുടെ ടോപ്പിക് എന്താന്ന് വെച്ചാല് ലേൺ ആൻഡ്
ഏൺ. എന്താ ടോപ്പിക് എന്താ? Learn and earn. ആൻഡ് ഏൺ Learn and earn. അല്ലെ? പഠിക്കുക, നമ്മൾ എന്ത് ചെയ്യണം? അറിയുക. യെസ്, നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, കുറച്ച് നമുക്ക് സമ്പാദിച്ചെടുക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിട്ട് നിങ്ങളുടെ അറിവിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ടോപ്പിക് ഒരു ഇൻട്രസ്റ്റിംഗ് ആവുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കൊച്ചു സ്റ്റോറി പറയാം. യെസ്, അതായത് നമ്മുടെ പരിചയത്തിലും സുമതി ചേച്ചി, സുമതി വിളിക്കും. നിങ്ങൾ റീന മാം ഒന്ന് മൈക്ക് ഓഫ് ചെയ്തേ. മൈക്ക് ഓഫ് മിസ് ചെയ്തേ എല്ലാരും. കേൾക്കണില്ല, ക്ലിയർ ആവുന്നില്ല. മൈക്ക് ഓഫ് ചെയ്തേ എല്ലാരും മൈക്ക് ഓഫ് ചെയ്തേ. അപ്പൊ ഓക്കെ ആവും. റീന മാമിന്റെ മൈക്ക് പിന്നെ എക്കോ വരുന്നുണ്ട്, അതുകൊണ്ടാണ്. മൈക്ക് ഓഫ് ചെയ്യട്ടോ. ഓക്കെ, കണ്ടിന്യൂ ചെയ്തോട്ടെ. കണ്ടിന്യൂ ചെയ്തോ. ഒരാളെ മൈക്ക് ഓൺ ചെയ്യുമ്പോഴുള്ള ഒരു എക്കോ ആണ്. റീന മാമിന്റെ മൈക്ക് ഓൺ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ ഓക്കെ, കണ്ടിന്യൂ ചെയ്തോ സഫ്ന മാം. ഓക്കെ, എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം. നിങ്ങൾ എല്ലാവരും ഇപ്പൊ ഡിസ്റ്റർബൻസിലാണ്. പോട്ടെ, നമുക്ക് ആദ്യം ചെറിയൊരു മെഡിറ്റേഷനോട് കൂടി സ്റ്റാർട്ട് ചെയ്യാം. മെഡിറ്റേഷൻ എടുക്കാം, ഒരു 5 minutes. എല്ലാവരും നേരെ ഇരുന്നേ. ബുക്ക്, പേന, പേപ്പർ എല്ലാം മാറ്റി അങ്ങ് വെച്ചിട്ടുണ്ടല്ലോ. എല്ലാവരും നേരെ ഇരിക്കുക. ഒരു സെക്കൻഡേ. ഓക്കെ, എല്ലാവരും ഇരുന്നോ? എല്ലാ ഡിസ്റ്റർബൻസും മാറ്റി വെച്ച് നേരെ ഇരിക്കുക. നിങ്ങളുടെ നട്ടെല്ല് നിവർത്തി വെച്ചിട്ട്, നടു നിവർത്തി വെച്ചിട്ട്, കാല് രണ്ടും നേരെ വെക്കുക. ക്രോസ് ചെയ്തൊന്നും വെക്കരുത്. കാല് രണ്ടും നേരെ വെക്കുക. വച്ചോ? കൈ രണ്ടും കാലിൽ വെക്കുക. ജസ്റ്റ് ക്ലോസ് യുവർ ഐസ്. കണ്ണ് സാവധാനം അടയ്ക്കുക. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ഈ മ്യൂസിക് കേൾക്കാവൂന്നൊന്ന് പറയണേ. കേൾക്കാമോ? കേൾക്കാം കേൾക്കാം. ഓക്കെ, മൂക്കിലൂടെ ശ്വാസം എടുത്ത് നിങ്ങളുടെ വായിലൂടെ പുറത്തേക്ക് വിടുക. Breathe in, hold for 2 seconds. Breathe out. 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 നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും റിലാക്സ് ആയിട്ട് നിർത്തുക. റിലാക്സ് യുവർ ബോഡി, റിലാക്സ് യുവർ മൈൻഡ്. ഇത് കഴിഞ്ഞിട്ട് അടുക്കളയിൽ ചെയ്യാനുള്ള പണികളോ, നാളത്തെ ജോലികളോ, മക്കളെ കുറിച്ചുള്ള വേവലാതികളോ, ഹസ്ബൻഡിനെ കുറിച്ചുള്ള വേവലാതികളോ എല്ലാം മാറ്റി നിർത്തുക. എല്ലാ ചിന്തകളും മാറ്റി നിർത്തി ഈ ടൈം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്തിരിക്കുന്ന ടൈമാണ്. ഈ 1 മണിക്കൂർ ഇത് നിങ്ങളുടെ സമയമാണ്. നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാത്രം കരുതി വെച്ച, നിങ്ങൾക്ക് മാത്രം കണ്ടുവച്ചിരിക്കുന്ന നിങ്ങളുടെ ടൈമാണിത്. ഞാൻ പറയുന്നത് നിങ്ങൾ പതുക്കെ മന്ത്രിക്കുക. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. എനിക്കും വിജയിക്കാൻ കഴിയും. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. എനിക്കും വിജയിക്കാൻ കഴിയും. എനിക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ കഴിയും. എനിക്കും വിജയിക്കാൻ കഴിയും.
മനസ്സിൽ നിങ്ങൾ അതങ്ങ് ഉറപ്പിക്കുക, പറഞ്ഞു പറഞ്ഞു ഉറപ്പിക്കുക. കൈകൾ രണ്ടും പതിയെ ഉയർത്തി കൂട്ടിത്തിരുമുക. കൈകൾ രണ്ടും റബ്ബ് ചെയ്യുക. പതിയെ ചൂടാവുമ്പോൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് പതിയെ വെക്കുക. കൂട്ടിത്തിരുമിയതിനു ശേഷം നിങ്ങളുടെ കണ്ണുകളിലേക്ക് പതിയെ വെക്കുക. കണ്ണു തുറക്കുക. എല്ലാവരും തുറന്നോ? കണ്ണു തുറന്നോ? ഞാൻ പറഞ്ഞത് തുറന്നു. വീട്ടുജോലികൾ നാട്ടുജോലികൾ എല്ലാം വിട്ടുകളഞ്ഞോ? ഈ 1 മണിക്കൂർ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി റിസർവ് ചെയ്ത് വെച്ചേക്കുന്ന ടൈമാട്ടോ. അവിടെ വേറെ ചിന്തകൾക്ക് ഒന്നിനും ഒരു സ്ഥാനോ ഇല്ല. ഉറപ്പിച്ചു പറയ്, ഇല്ല. ഓക്കെ, റെഡിയല്ലേ? നിങ്ങളുടെ വിജയത്തിലേക്ക് പോവാനായിട്ട് റെഡിയല്ലേ? റെഡിയാണ്. ഓക്കെ, നമ്മളിപ്പോ ആരുടെയോ കഥ പറഞ്ഞു തുടങ്ങിയായിരുന്നല്ലോ. ആരായിരുന്നു അത്? അത് കൊള്ളാം. സുമതി. ആരായിരുന്നു കഥാപാത്രം? കേട്ടില്ല. സുമതി വളവ്. സുമതി വളവ്. ആരാണാവോ അവിടെ ഒരു പുരുഷ ശബ്ദം? എന്റെ മോന. ഓക്കെ, അതാണ് നമ്മൾ കണക്ട് ചെയ്ത് പഠിച്ചാലുണ്ടല്ലോ മറക്കൂല. ഓക്കെ, അപ്പൊ നമ്മളുടെ കഥയിലെ കഥാപാത്രമാണ് സുമതി. സുമതി ചേച്ചി 2 മക്കളും ഭർത്താവും ഒക്കെ ആയിട്ട് ജീവിക്കുകയാണ്. നമ്മളെ പോലെ തന്നെ ഒരു കുടുംബമൊക്കെ ആയിട്ട് ജീവിക്കുകയാണ്. അവരുടെ അവസ്ഥ എന്ന് പറഞ്ഞാല് ഹസ്ബൻഡ് ജോലിക്ക് പോകുന്നു, ശമ്പളം കൊണ്ടുവരുന്നു. അത് കിട്ടുന്നത് വെച്ചിട്ട്, ഒരുപാട് വലിയ തുകയൊന്നുമല്ല, കിട്ടുന്ന ശമ്പളം വെച്ചിട്ട് അവരും ഭർത്താവും മക്കളും ഉള്ളത് കൊണ്ട് ഒതുങ്ങി ജീവിക്കുന്നു. സാഹചര്യം മനസ്സിലായോ? പക്ഷെ അവര് ഹാപ്പിയാണ്, ഉള്ളതിൽ അവര് ഹാപ്പിയാണ്. പക്ഷെ ചില സ്ഥലങ്ങളില്, ചില സമയങ്ങളില് നമ്മുടെ കഥാപാത്രം വളരെയധികം വേദനിക്കുന്നുണ്ട്. എപ്പോഴാന്നറിയോ? അവരുടെ മക്കൾ എന്തെങ്കിലും കാര്യം പറയുമ്പോ. നമ്മുടെ മക്കൾ ഒരുപാട് ആവശ്യങ്ങൾ പറയാറുണ്ടല്ലേ? അതുപോലെ അവരുടെ മക്കളും അവരോട് ഒരുപാട് ആവശ്യങ്ങൾ പറയാറുണ്ട്. ഈ ആവശ്യങ്ങൾ പറയുമ്പോൾ അത് നടത്തി കൊടുക്കാൻ പറ്റാതെ വരുമ്പോ ഒരുപാട് നമ്മുടെ കഥാപാത്രം, അതായത് നമ്മളുടെ സുമതി, ഒരുപാട് വിഷമിക്കുന്നുണ്ട്. നമുക്കുണ്ടാവില്ലേ, സങ്കടം ഉണ്ടാവില്ലേ? നമ്മുടെ മക്കൾ എന്തെങ്കിലും പറഞ്ഞാല് ഒരുപക്ഷെ നമ്മളുടെ ആവശ്യങ്ങൾ നടന്നില്ലെങ്കിൽ നമുക്ക് അത്ര സങ്കടം വരില്ല. ശരിയാണോ? മക്കൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ നടത്തി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ അങ്ങനെ നമ്മളുടെ സുമതി ഭയങ്കര വിഷമിച്ച് ഇങ്ങനെ ജീവിക്കാണ്. വേറെ ഒന്നുമില്ലല്ല, മക്കൾ പറയുന്ന ആവശ്യങ്ങൾ നടത്തി കൊടുക്കാൻ പറ്റാതെ വരുമ്പോ ഇങ്ങനെ കുറെ ദിവസങ്ങൾ കടന്നു പോവാണ്. ഒരു ദിവസം സുമതി വീട് ക്ലീൻ ചെയ്തോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ആ മൂലയിൽ ഇരുന്ന ഒരു തയ്യൽ മെഷീൻ, പഴയ തയ്യൽ മെഷീൻ, നിങ്ങളുടെ വീട്ടിലും കാണൂലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതും എന്നാ ഇപ്പൊ ഉപയോഗിക്കാതെ മാറ്റി വെച്ചേക്കുന്നതുമായി ചില സാധനങ്ങള്. ഓ, അതില് പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട്. എന്താണെന്നറിയോ? നമ്മളുടെ ബോഡിയിൽ തന്നെ ഉള്ളതാ. പറയാൻ പറ്റുമോ എന്താന്ന്? പണ്ടൊക്കെ നമ്മൾ കാര്യമായിട്ടൊക്കെ ഉപയോഗിക്കായിരുന്നു. ഇപ്പൊ വലിയ കാര്യമായിട്ട് വലിയ ഉപയോഗം ഒന്നും ഉണ്ടാവും തോന്നണില്ല. മൈൻഡാണ് നമ്മളുടെ ബ്രെയിൻ. തലച്ചോറ് അല്ലെ? പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോഴൊക്കെ ഭയങ്കര തല പുകഞ്ഞൊക്കെ നമ്മൾ ആലോചിക്കായിരുന്നു. അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നും ഇല്ല ആർക്കും. ശരിയാണോ? ശരിയാണ്. അത് ശരിയാണ്, സമ്മതിച്ചു. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ അതുപോലെ സുമതി ചേച്ചിയുടെ വീട്ടില് ഒരു തയ്യൽ മെഷീൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇങ്ങനെ ക്ലീൻ ചെയ്തോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഇത് കണ്ണിൽ പെട്ടു. അപ്പോ ഈ സങ്കടത്തിൽ നിക്കാണല്ലോ, അപ്പൊ പെട്ടെന്ന് അത് കണ്ടപ്പോ മനസ്സിലൊന്ന്
എന്താ പറയാ, ഒരു ലഡു പൊട്ടുക എന്ന് പറയില്ലേ, പഴയ ഓർമ്മകൾ പോയി. പണ്ട് ഇവര് ഒരുപാട് തയ്ച്ചു കൊടുക്കുകയും ഒരുപാട് സമ്പാദിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് അവരുടെ മനസ്സിലേക്ക് വീണ്ടും ആഗ്രഹങ്ങൾ വന്നു. ഓക്കെ, എനിക്ക് തയ്ച്ചാലോ, എനിക്ക് എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ചിന്ത വന്നു. അങ്ങനെ സുമതി എന്ത് ചെയ്തെന്ന് വെച്ചാല്, രാത്രി മക്കളെയൊക്കെ കിടത്തുറക്കി കഴിഞ്ഞിട്ട് പതുക്കെ തയ്യൽ മെഷീനൊക്കെ എടുത്ത് തൂത്ത് മെനയാക്കി കഴിഞ്ഞ് എന്ത് ചെയ്തു, പതിയെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയപ്പോ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ. എത്ര കാലം ചെയ്ത പണിയാണെങ്കിലും കുറെ നാള് നമ്മൾ ചെയ്യാതിരുന്ന് വീണ്ടും ചെയ്യുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവൂലേ, അതുണ്ടായിരുന്നു. പതിയെ പതിയെ പുള്ളിക്കാരി അതിനോട് അടുത്തിടപഴകി. അപ്പൊ പുള്ളിക്കാരിക്ക് ഒരു കാര്യം മനസ്സിലായി. എന്താണ്? കാലം ഒരുപാട് മാറിപ്പോയി, സൊസൈറ്റി ഒരുപാട് മാറിപ്പോയി. ഞാൻ പണ്ട് തയ്ച്ചത് കൊണ്ട് ഇന്ന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇല്ല. കാരണം എന്താ, പണ്ടിട്ട് ഉടുപ്പുകളാണെന്ന് എല്ലാരും ഇടണത്. മോഡലുകളൊക്കെ ഒരുപാട് ഒരുപാട് മാറിപ്പോയി, ഈവൻ ബ്ലൗസിൽ പോലും. ശരിയാണോ? അങ്ങനെ എല്ലാത്തിലും മാറ്റങ്ങൾ വന്നു. അപ്പൊ നമ്മുടെ സുമതി ചേച്ചിക്ക് മനസ്സിലായി, എന്ത്, ഇതുകൊണ്ട് കാര്യമില്ല, എന്റെ പഴയ തയ്യൽ കൊണ്ടൊന്നും വലിയ മെച്ചം ഇല്ല. അങ്ങനെ അവര് കണ്ടുപിടിച്ച ഒരു മാർഗമുണ്ട്. യൂട്യൂബ് നോക്കിയിട്ട് പതിയെ പതിയെ പുതിയ പുതിയ മോഡലുകൾ കണ്ടുപിടിക്കാനും അത് സ്റ്റിച്ച് ചെയ്യാനും തുടങ്ങി. ഇത് ആരോടും പറഞ്ഞില്ല. ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തു, ഇത് ഒരുവിധം ആയി കഴിഞ്ഞപ്പോ സ്വന്തം മോൾക്കൊരു ഡ്രസ്സ് തയ്ച്ചെടുത്തു. ഈ കൊച്ചിതിട്ടിട്ടും പുറത്തിറങ്ങിയപ്പോ ആളുകൾ, അടുത്തുള്ളവർ കണ്ടിട്ട് പറഞ്ഞു, ആഹാ നല്ല രസമുണ്ടല്ലോ, ഇത് എവിടെന്നാ തയ്ച്ചെന്ന് ചോദിച്ചു. നമ്മളും ചോദിക്കൂല ആരെങ്കിലോടും ഒക്കെ, ഇങ്ങനെ ഇത് എവിടെന്നാ തയ്പ്പിച്ചേ, ഇത് എവിടെന്നാ എടുത്തേന്നൊക്കെ ചോദിക്കൂലേ. അതുപോലെ പുള്ളിക്കാരി നെയ്ബർ ചോദിച്ചു, ഇത് എവിടെന്നാ തയ്പ്പിച്ചേന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാനാ തയ്ച്ചേ. പുള്ളിക്കാരി ഭയങ്കര അഭിമാനത്തോടു കൂടി പറഞ്ഞു, ഇത് ഞാനാ തയ്ച്ചേന്ന് പറഞ്ഞു. അപ്പൊ അവര് ചോദിച്ചു, എന്നാ ഞങ്ങളുടെ മോൾക്ക് ഒരെണ്ണം തയ്ച്ചു തരൂ. പുള്ളിക്കാരി ഭയങ്കര സന്തോഷത്തോടെ എന്ത് പറഞ്ഞു കാണും, ഇല്ലാന്ന് പറഞ്ഞായിരിക്കും അല്ലെ. എന്ത് പറഞ്ഞു കാണും? ആ, ചെയ്തു തരാം. രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല്. അപ്പൊ നമ്മുടെ സുമതി ചേച്ചിക്ക് ഭയങ്കര സന്തോഷായി. അങ്ങനെ കണ്ടും കേട്ടും അറിഞ്ഞ് ആളുകൾ എന്ത് ചെയ്തു, മൗത്ത് പബ്ലിസിറ്റി കൊണ്ട് ആൾക്കാര് വന്നു തുടങ്ങി, തയ്ക്കാൻ കൊടുക്കാൻ വന്നു തുടങ്ങി. അപ്പൊ അത് കഴിഞ്ഞ് എന്ത് ചെയ്തു സുമതി ചേച്ചി, ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ പരസ്യം ചെയ്യാൻ പറ്റിയ പ്ലാറ്റ്ഫോമുകൾ ഉണ്ടല്ലോ. ഏതാ? സോഷ്യൽ മീഡിയ. സോഷ്യൽ മീഡിയ. ആദ്യം തന്നെ എന്ത് ചെയ്തു, ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് കുറെ പേര് ആഡ് ചെയ്തു. അടുത്തുള്ള കടകളിലും ഒക്കെ കുറെ ആളുകളെ ആഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് പുതിയ പുതിയ മോഡൽ തയ്ച്ചിട്ട് ഇടും. അങ്ങനെ പോകെ നമ്മുടെ കഥാപാത്രത്തിന് ഒരുപാട് ഓർഡറുകൾ കിട്ടാൻ തുടങ്ങി. ഒരുപാട് ഓർഡറുകൾ കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? തിരക്ക് വരും. സംഭവിക്കും, വരുമാനം കൂടും. യെസ്, അതാണ് നമ്മളുടെ പോയിന്റ്. വരുമാനം കൂടും അല്ലെ. സുമതി ചേച്ചി എന്തിനാ സ്റ്റാർട്ട് ചെയ്തത്? വരുമാനത്തിന് വേണ്ടിയാണല്ലോ അല്ലെ. അപ്പൊ അവര് ആഗ്രഹിച്ചതിനേക്കാൾ ഒരുപാട് അപ്രതീക്ഷിതമായിട്ട്, പക്ഷെ എന്നാൽ അവരുടെ പ്രവൃത്തി കൊണ്ട്, ശരിയല്ലേ, അവർക്ക് എന്ത് ചെയ്തു, ഒരുപാട് വരുമാനം കിട്ടി തുടങ്ങി. അതിൽ നിന്ന് അവരുടെ ലൈഫ് എന്തായി, കുറെ കൂടി ബെറ്റർ ആയി. വേറൊന്നും വേണ്ട, തന്റെ മക്കള് ചോദിക്കുന്ന ആവശ്യങ്ങള് അനാവശ്യമായ ആവശ്യങ്ങളല്ല. മക്കൾ ഒരുപാട് ആവശ്യങ്ങൾ നമ്മളോട് പറയും, ശരിയല്ലേ. ഒരുപാട് മക്കൾ നമ്മളോട് പറയും, പക്ഷെ എല്ലാ ആവശ്യങ്ങളും സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. കാശ് ഉണ്ടെന്നും പറഞ്ഞ് സാധിച്ചു കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. അവര് പറയുന്നതിൽ നിന്നും ആവശ്യമുള്ളതും അനാവശ്യമുള്ളതുമായ ആവശ്യങ്ങളുണ്ട്. അനാവശ്യമായതിനെ മാറ്റി നിർത്തി ആവശ്യമായതിനെ നമ്മൾ എന്ത് ചെയ്യണം? നേടിക്കൊടുക്കണം. കറക്റ്റ് അല്ലേ? അപ്പൊ അതുപോലെ സുമതി ചേച്ചി എന്ത് ചെയ്തു, ക്യാഷ് ഒക്കെ കിട്ടിയപ്പോ തന്റെ മക്കൾക്ക് ആവശ്യമുള്ള ആവശ്യങ്ങൾ നേടിക്കൊടുക്കാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇതാണ് എന്റെ ഇന്നത്തെ സ്റ്റോറി. ഈ സ്റ്റോറിന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, ചോദിച്ചോട്ടെ? നിങ്ങൾ ഇപ്പോഴത്തെ സുമതി അതോ പോരട്ടെ? ഞാൻ പറഞ്ഞല്ലോ, ഒരു പഴയ അവസ്ഥ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒരു പുതിയ അവസ്ഥയുമുണ്ട്. അത് ശ്രദ്ധിച്ചായിരുന്നോ? വെറുതെ ഇങ്ങനെ ഇരുന്നോ?
അപ്പൊ സുമതി ചേച്ചിയുടെ പഴയ അവസ്ഥയാണോ പുതിയ അവസ്ഥയാണോ നിങ്ങൾക്ക് ഉള്ളത് ഇപ്പോ? നിലവിൽ നിങ്ങളുടെ കണ്ടീഷൻ എന്താ? അത്രയും പറഞ്ഞാൽ മതി. പുതിയ അവസ്ഥ. പുതിയ അവസ്ഥ. പുതിയത്. ഒരു സ്റ്റെപ്പ് വെച്ചിട്ടുണ്ട്. പുതിയ അവസ്ഥയാണ്. ഓ, പുതിയ അവസ്ഥയാണ്. എല്ലാവരും പുതിയ അവസ്ഥയാണ്. എല്ലാവരും കുറച്ചു പേര് ഞങ്ങളുടെ ഓൾറെഡി ഉള്ള സ്റ്റുഡൻസ് ഉണ്ട്. അവര് പുതിയ അവസ്ഥയിലാണ് ഉള്ളത്. കുറച്ച് സ്കില്ലുകളൊക്കെ പഠിച്ചെടുത്തിട്ട് വെരി ഗുഡ്. ചെയ്യാൻ പറ്റുമെന്നുള്ള രീതിയിൽ. പിന്നെ ന്യൂ മെമ്പേഴ്സ് ഉണ്ട്. അവരെത്രത്തോളം കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് അറിയില്ല. എന്തായാലും ഇപ്പം ഈ സുമതി ചേച്ചിന്റെ സ്റ്റോറി പറഞ്ഞപ്പോഴേ നമ്മൾ കണക്ട് ചെയ്യാൻ ഒരുപാട് മെമ്പേഴ്സ് നമ്മളുടെ കൂട്ടത്തിലുണ്ട്. ഈ ജുവേരിയ, നുസ്ര, പിന്നെ സുമതി ചേച്ചി നമ്മളിപ്പോ ഒരു ജസ്റ്റ് ഒരു സ്റ്റോറി പറയുന്ന കാര്യമാണെങ്കിൽ പോലും നമ്മൾക്ക് നമ്മളുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട് ഒരുപാട് പേര്. അതിലെ ഏറ്റവും പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ മലപ്പുറത്ത് നിന്ന് വന്ന നസീറ എന്ന് പറഞ്ഞ വ്യക്തി ഇപ്പൊ പുതിയ ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്. പിന്നെ മലപ്പുറം ടൗണിൽ തന്നെയാണ് ആള് താമസിക്കുന്നത്. ആള് ഭയങ്കര ഇങ്ങനെ ഒതുങ്ങി ജീവിക്കുന്ന കൂട്ടത്തിലാണ്. അങ്ങനെയുള്ള ആള് സ്വന്തമായിട്ട് വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ട് വീഡിയോ സെൻഡ് ചെയ്ത് തന്നു. ഇപ്പം അവരെന്നെ കാണാൻ വന്നത് സ്വന്തമായിട്ട് ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ട് ആ ബ്രാൻഡിന്റെ ഒരു ഡ്രസ്സും പിന്നെ ജ്വല്ലറിയും കൂടി പാക്ക് ചെയ്തിട്ട് എന്നെ കാണാൻ വന്നിരുന്നു കണ്ണൂര്. ഒരു 2 വീക്കോളായി. അതെനിക്ക് ഭയങ്കര ഹാപ്പിനെസ്. കാരണം ഞാൻ പോലും ഇന്ന് വരെ ഒരു ബ്രാൻഡ് തുടങ്ങിയിട്ടില്ല. പിന്നെ നമ്മുടെ കൂട്ടത്തിലുള്ള നുസ്രത്ത് ബാംഗ്ലൂര്, നുസ്രത്ത് US വർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ജുവേരിയ, എന്നെ പറയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇവരൊക്കെ നമ്മൾ അവരുടെ അവരിലുള്ള സ്കില്ല് ഡെവലപ്പ് ചെയ്ത് കൊടുത്തു. അവർക്കൊരു കോൺഫിഡന്റ് കൊടുത്തു. അവരിന്ന് കൃത്യമായിട്ട് ഒരു ഇൻകം ഏൺ ചെയ്യുന്നു. ആ നുസ്രത്ത് ബാംഗ്ലൂർ അവരുടെ ഹസ്ബൻഡിന് ബിസിനസ്സിൽ ചെറിയൊരു ഇഷ്യൂ വന്നപ്പോൾ, വലിയൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ അവരും അവരുടെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകളും കൂടിയിട്ട് ക്രോഷറ്റ് വർക്ക് കുറച്ചധികം ചെയ്തിട്ട് ഒരു 1 മന്തിനുള്ളിൽ വലിയൊരു എമൗണ്ട് കണ്ടെത്തിയിട്ട് അവർ ഹസ്ബൻഡിനെ സപ്പോർട്ട് ചെയ്തിരുന്നു. അതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പം എല്ലാവർക്കും പല കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നവർ തന്നെയാണ്. നമ്മളിപ്പോ ഈ ഒരു പിന്നെ ചേഞ്ചത്തോണ്ട് ഫസ്റ്റ് വീക്ക് പിന്നെ ഷീ വീക്ക് ചാലഞ്ച് എന്ന് പറഞ്ഞിട്ട് വെക്കാനുള്ള റീസൺ തന്നെ നമ്മളിലുള്ള പലരും അവരുടെ മുന്നിലുള്ള അവസരം വേണ്ടാന്ന് വെച്ചിട്ട്, അല്ലെങ്കിൽ ഇതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യങ്ങളല്ല എന്നൊക്കെ ഉള്ള രീതിയിൽ പോകുന്നവരുണ്ട്. ഞാൻ ഇതിനിടയിൽ എന്റെ ഓർമ്മയുള്ള ഒരു റിയൽ സ്റ്റോറി ജസ്റ്റ് ഒന്ന് പറയാം. ഞാൻ 98-99 സമയങ്ങളിൽ ഇവിടെ പിന്നെ ഒരു അക്ഷയ സെന്ററും അതിനോടൊപ്പം ഒരു ഫാഷൻ ഡിസൈനിങ് സെന്ററും കൂടി നടത്തുന്ന സമയത്ത് അവിടെ ഒരു അക്ഷയ ആ സമയത്ത് സാക്ഷരത പഠിക്കുന്ന പോലെ നമുക്കൊരു 10 days ക്ലാസ് പിന്നെ ഈ കമ്പ്യൂട്ടറിനെ പറ്റി പഠിക്കാൻ വേണ്ടി ഗവൺമെന്റ് അക്ഷയ എന്ന് പറഞ്ഞൊരു സംഭവം തുടങ്ങി. ഇന്നത്തെ അക്ഷയ സെന്റർ അല്ല, സാക്ഷരത IT സാക്ഷരത പഠിക്കാൻ വേണ്ടി. അങ്ങനെ ഒരു ലേഡി വന്നിരുന്നു. ഒരു ബാങ്ക് മാനേജറുടെ വൈഫാണ്. അവർ വന്നു. അവിടുന്ന് ഫാഷൻ ഡിസൈനിങ് കോഴ്സ് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ ഹസ്ബൻഡ് കൊണ്ടുവിടും, തിരിച്ചു പോകും. വെറുതെ ഒരു ടൈം പാസിന് പഠിക്കാൻ വന്നതാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അവരുടെ ഹസ്ബൻഡ് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരണപ്പെട്ടു. ഞങ്ങളുടെ ക്ലാസ്സിന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്. അപ്പൊ അവര് അതുവരെ എവിടെയും പോയിട്ടില്ല, ഒരു കാര്യവും ചെയ്തിട്ടില്ല, ഒന്നിനെ കുറിച്ച് അറിയില്ല. ബാങ്ക് മാനേജർ ആയാണ് അവരുടെ ഹസ്ബൻഡ് മരണപ്പെടുന്ന സമയത്ത്. ഒരു കാര്യം ചെയ്ത് പരിചയമില്ലാത്ത ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ മരണത്തിന് ശേഷം പോയി കാര്യങ്ങളൊക്കെ കുറച്ച് നാളുകൾ ഫോളോ അപ്പ് കൊടുത്ത് ഇന്ന് അവര് പിന്നെ കണ്ണൂർ ജില്ലയില് പിന്നെ ഒരു ബാങ്കിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആ ലേഡി ഇപ്പം. അപ്പൊ നമ്മൾക്ക് അങ്ങനെ നമ്മളുടെ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ സ്ഥിതിഗതികൾ എപ്പോഴാ മാറാമെന്നൊന്നും പറയാൻ പറ്റില്ല. അങ്ങനെയൊന്നും മാറുന്ന ഒരവസ്ഥ വരാതിരിക്കട്ടെ. ഞാൻ പറയാം, എല്ലാത്തിലും എല്ലാവരും എനിക്കൊന്നും പറ്റൂല, എനിക്ക് ചെയ്യാൻ പറ്റൂല, ഞാൻ അതിന്റെ ഒന്നും ആവശ്യമില്ല, എനിക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നവരോട് പറയാം, ഓക്കെ, ആവശ്യമില്ല എന്ന് തന്നെ നിങ്ങൾക്ക് തോന്നിക്കോ, അതൊന്നും പ്രശ്നമില്ല. നമുക്ക് സാമ്പത്തികമായിട്ടും എല്ലാ കാര്യങ്ങളും ഓക്കെ ആണെങ്കിലും നമ്മളുടെ സ്കില്ല്, നമ്മളുടെ ലൈഫ് ടൈമിൽ നമുക്കൊരു സ്കില്ല് ഉണ്ടാവും. ആ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാന്നുള്ളത് നമ്മൾ നമ്മളോട് തന്നെ കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയാണെന്നാണ് എന്റെ വിശ്വാസം. എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് പിന്നെ ആവട്ടെ, നമ്മളുടെ മക്കള് മുന്നോട്ട് വരുമ്പം ഞാനിപ്പോ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നു, നിങ്ങളിപ്പോ എന്റെ ഒരു പ്രൊഫൈലിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാണുമ്പോ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നമ്മളുടെ മക്കൾക്ക് അവരുടെ മദർ ഇന്ന കാര്യം ചെയ്യുന്നുണ്ട് എന്ന് പറയുന്ന അഭിമാനം തന്നെയാണ്.
അതിനുവേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരിക കുറച്ച് സമയമാണ്. നമ്മൾ വെറുതെ കളയുന്ന റീൽസ് ഒക്കെ നോക്കി വെറുതെ കളയുന്ന സമയം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ സ്കില്ല്, നിങ്ങൾക്ക് ഫുഡ് ഐറ്റംസ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഡ്രസ്സ് ഡിസൈൻ ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം, റെസിൻ ആർട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്കിൽ ഈ ഒരു പിന്നെ ഷീവിക് ചാലഞ്ച് എന്നുള്ള ഒരു 7 days കൊണ്ടുവന്നതിന്റെ റീസൺ നമുക്കിപ്പോ March 8 പിന്നെ എന്താണ് ഷീമിത്ര വരുന്നുണ്ട്. ഈ ഷീമിത്രയില് ഷീമിത്ര എന്ന് പറഞ്ഞ ഒരു സംവിധാനം നിങ്ങൾക്ക് ഒരു സപ്പോർട്ടായിട്ട് മുന്നിലുണ്ടാവും. നിങ്ങൾ എന്താണോ പഠിച്ചു ചെയ്യുന്നത് അതിനെ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഷീമിത്രയിൽ നിങ്ങൾ ചെയ്ത ഡിസൈൻ അപ്ലോഡ് ചെയ്യാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും ഒരു പേജ് ഉണ്ടാവും. ഫുഡ് ഐറ്റംസ് പഠിച്ചവർക്ക് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ എങ്ങനെയാണ് അതിന്റെ ബ്രാൻഡ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എല്ലാ സപ്പോർട്ടും ചെയ്യുന്ന ഒരു സംവിധാനം നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇന്ന് നമ്മളുടെ ഈ ഒരു ചേഞ്ചത്തോണ്ട് ഈ ഒരു 1 hour സെക്ഷനിൽ ജോയിൻ ചെയ്ത പലരും ഷീ സ്കില്ലിന്റെ പല കോഴ്സസും പിന്നെ എൻക്വയറി ചെയ്തവരാണ്. നിങ്ങളിൽ പലരും പിന്നെ ഇപ്പൊ വേണ്ട, എനിക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ള രീതിയിൽ മാറി നിൽക്കുന്നതാണ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, വലിയൊരു കോഴ്സ് ഫീസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെയ്യുന്ന പരിശീലനങ്ങളാണ്. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങളുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യാനും നിങ്ങളുടെ ലൈഫിൽ ഒരു ഇൻകം ഏൺ ചെയ്യാനും നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള എനർജി ഫീൽ ചെയ്യാനും പല കാര്യങ്ങളും നമ്മൾ മറ്റൊരാൾ ചെയ്യുന്നതാകുമ്പോ എനിക്ക് അത് പറ്റുന്നില്ലല്ലോ എന്ന് ആലോചിക്കുന്നതിന് പകരം എനിക്കും പറ്റും എന്നുള്ള ഒരു മെന്റാലിറ്റിയിൽ മുന്നോട്ട് പോവാൻ ഞാൻ സപ്ന മാമിന്റെ സമയം കവരുന്നില്ല. സപ്ന മാം ക്ലാസ് കണ്ടിന്യൂ ചെയ്തോട്ടെ. ഞാൻ അതിനിടയിൽ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. കാരണം എന്റെ മുന്നിൽ ഷീ സ്കില്ലിലൂടെ വന്ന് ഒരുപാട് കാര്യങ്ങൾ അച്ചീവ് ചെയ്ത എനിക്ക് തന്നെ അഭിമാനം തോന്നിയ ഒരുപാട് വ്യക്തികൾ നമ്മുടെ ഷീ സ്കിൽ ഗ്രൂപ്പുകളിലുണ്ട്. ആ ഒരു മെമ്പേഴ്സിനെ കണ്ടിട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യക്തികളുടെ മാറ്റം കണ്ടിട്ടാണ് ഷീമിത്ര വെബ് ആപ്പ് ഒക്കെ വരുന്നതിന്റെ റീസൺ തന്നെ ഈ ഇത്രയും കാര്യങ്ങൾ പഠിച്ച് ചെയ്ത് ഇൻകം ഏൺ ചെയ്യുന്ന ഒരുപാട് മെമ്പേഴ്സിനെ കണ്ടതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത്. അപ്പം ഇന്ന് ജോയിൻ ചെയ്ത മെമ്പേഴ്സ് ജോയിൻ ചെയ്തവരാണെങ്കിലും ഇനി നമ്മളുടെ പരിശീലന ഒരു ഐഡിയ ഉള്ളവരാണെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾക്ക് കിട്ടുന്ന ഒരവസരവും നിങ്ങൾ മിസ്സാക്കരുത് എന്നാണ്. പിന്നെ സഫ്ന മാമിന്റെ ക്ലാസ്, സഫ്ന മാം ബിസിയാണോ? സഫ്ന മാം കോള് വന്നിട്ട് പോയതാണെന്ന് തോന്നുന്നു. അപ്പൊ ഏതായാലും കണ്ടിന്യൂ ചെയ്തോളൂ. ഞാൻ അതിനിടയിൽ കയറിയതിൽ ആദ്യം സോറി പറയാണ്. ഞാൻ ആ ഒരു പിന്നെ സുമതി ആ ഒരു ക്യാരക്ടറിനെ പറയുമ്പം ജസ്റ്റ് സ്റ്റാറ്റസ് വെച്ച് ഓരോ വർക്കും ഇപ്പൊ പറഞ്ഞ നുസ്രത്ത് ജസ്റ്റ് ഒരു ഖുറാൻ സ്റ്റാൻഡിന്റെ സ്റ്റാറ്റസ് വെച്ചിട്ട് ബാംഗ്ലൂരിൽ ഏകദേശം 100 സംതിങ് ഖുറാൻ സ്റ്റാൻഡ് അവിടെയുള്ള പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് ചെയ്തു കൊടുത്തിരുന്നു. ഓരോ ആൾക്കാരും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ വീട്ടു സാധനങ്ങൾ കൊടുത്തുവിടുന്ന ഒരു പരിപാടി ആ ഭാഗത്തുണ്ട്. ആ ഭാഗത്തെ പ്രത്യേകിച്ചിട്ട് ആ ഏരിയയിലുള്ള ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് അങ്ങനെ ചെയ്തു കൊടുത്തിട്ട് 2000 സംതിങ് ഒരു ഖുറാൻ സ്റ്റാൻഡിന് വാങ്ങിക്കുന്നത്. അപ്പൊ 100 ഖുറാൻ സ്റ്റാൻഡ് ജസ്റ്റ് ഒരു 1000 രൂപ ഫീസ് അടിച്ച് പഠിച്ച റെസിനാത്തിൽ നിന്ന് 100 സംതിങ് ഖുറാൻ സ്റ്റാൻഡ് 2000 സംതിങ്ങിന് കൊടുത്തു എന്ന് പറയുമ്പോൾ അവരുടെ മുടക്ക് മുതൽ ആകെ 1000 രൂപയാണ്. അതിന്റെ കൂടെ ഒരു 2000 രൂപ മെറ്റീരിയൽസ് വാങ്ങിച്ചിട്ടുണ്ട്. ഈ 3000 രൂപ ചെലവാക്കിയ ആളാണ് 2 lakhന് മുകളിൽ ചെയ്ത് വരുമാനം കണ്ടെത്തിയത്. അപ്പം സമയം വെറുതെ കളയുന്നവര്, നിങ്ങളുടെ കഴിവിനെ കണ്ടില്ല എന്ന് നടിക്കുന്നവരോട് എനിക്കുള്ള റിക്വസ്റ്റ്, ഷീ സ്കില്ലിന് വേണ്ടിയിട്ടോ ഞാൻ നടത്തുന്ന സംവിധാനത്തിന് വേണ്ടിയിട്ടോ എന്നല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ കഴിവുകൾ കണ്ടെത്തി മുന്നോട്ട് പോകുക തന്നെ വേണം. അതിന് സപ്ന മാമിനെ പോലുള്ളവരുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ആത്മവിശ്വാസം തരും. അപ്പൊ എന്തായാലും ഞാൻ മൈക്ക് ഓഫ് ചെയ്യാണ്. സപ്ന മാം ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. ഞാൻ ഒരു സുമതി ചേച്ചിയുടെ കാര്യം പറഞ്ഞോളൂ, പക്ഷെ ഒരുപാട് സുമതി ചേച്ചിയുടെ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു അല്ലെ. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട പാഠം എന്താന്ന് വെച്ചാല്, സ്കില്ലാണ് പവർ. എന്താണ് പവർ? സ്കിൽ. നമ്മുടെ കയ്യിലുള്ള നമ്മളുടെ കഴിവ് അല്ലെ, നമ്മുടെ സ്കില്ലാണ് പവർ എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നമുക്ക് സക്സസ് ആവാൻ പറ്റുള്ളൂ. ഇപ്പോ എന്താ പറയാ, ഞാൻ കുറെ പ്രാവശ്യം കേക്ക് ഉണ്ടാക്കി നോക്കിട്ടോ, ശരിയായില്ല. കേക്കിനെ നമ്മൾ പിടിക്കുമ്പോ തന്നെ ഉണ്ടല്ലോ മരകഷ്ണത്തെ പിടിക്കുമ്പോ അല്ലേ. അപ്പൊ എനിക്ക് മനസ്സിലായി, വേണ്ട, ഇതെങ്ങനെയൊക്കെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ പറയാനാണെങ്കിലുണ്ടല്ലോ എനിക്ക് സ്വന്തം തോന്നി ഞാൻ പിടിക്കുക. അതായത് നാവിട്ടടിച്ച് 4 പേരെ വീഴ്ത്താൻ ആണെങ്കിൽ ഞാൻ പിടിക്കുക. പക്ഷെ ഇത്തരം അപ്പൊ ഓരോരുത്തർക്കും ഓരോ സ്കില്ലാ ഉള്ളത് അല്ലെ.
പലർക്കും പല തരത്തിലാ സ്കില്ലുള്ളത്. അപ്പോ നമ്മുടെ സുമതി ചേച്ചി ആദ്യം ചെയ്ത പണി എന്താ? പുള്ളിക്കാരുടെ സ്കില്ല് എന്ത് ചെയ്തു? പോളിഷ് ചെയ്തെടുത്തു. ആദ്യം തന്നെ സ്കില്ല് മനസ്സിലാക്കി. ഓക്കെ, സ്കില്ല് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്തു? അത് പോളിഷ് ചെയ്തെടുത്തു. ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, അല്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങളുടെ സ്കില്ല് ഒരു 3 എഴുതുക. ജസ്റ്റ് നിങ്ങളുടെ സ്കില്ല്, അതായത് നമ്മൾ ഇത്രയും വർഷം നമ്മൾ ജീവിച്ചല്ലോ, അതിൽ നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്തിലായിരിക്കും എനിക്ക് അല്പമെങ്കിലും കഴിവുള്ളതെന്ന്. അത് വെച്ചിട്ട് ഒരു 3 സ്കില്ല് എഴുതുക. ഒരുപാടുണ്ടാവും കേട്ടോ, ഇല്ലാന്ന് ഞാൻ പറഞ്ഞില്ല, 3 എഴുതിയാൽ മതി. നിമ്മി ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. കേക്ക് ബേക്ക് ചെയ്യാ, ശരിയല്ലേ? ആ, ഒരെണ്ണം എഴുതിക്കോ, ആലോചിച്ച് തല ഉണ്ടാക്കണ്ട. ഞാൻ ആദ്യമേ എഴുതിയതാ. ആ, നീ ബാക്കി 2 കൂടെ കണ്ടുപിടിച്ചോ. ചുമ്മാ എഴുതി വെക്കരുത് കേട്ടോ. നിങ്ങളുടെ ആ സ്കില്ല് 3 എഴുതി വെക്കുക. നെജ്മ ജ്വല്ലറി മേക്കിംഗ്, കേക്ക് മേക്കിംഗ് ഒരെണ്ണം വിട്ടുപോയി. ഹാൻഡ് എംബ്രോയിഡറി ബിന്ദു. ഓക്കെ, എഴുതി മിസ്. എഴുതി. എല്ലാവരും ഫിനിഷ് ചെയ്തോ? അപ്പൊ എല്ലാവർക്കും ഇപ്പൊ സ്കില്ല് കിട്ടി. അപ്പൊ ഈ സ്കില്ല് എന്താന്നാ ഞാൻ പറഞ്ഞേ? സ്കില്ല് എന്തോ ആന്ന് ഞാൻ പറഞ്ഞു. പവർ. ആ, സ്കില്ല് എന്താണ്? പവർ ആണ്. ഈ സ്കിൽ പോളിഷ് ചെയ്ത് വരുമ്പോഴാണ് എന്തായിട്ട് അതൊരു വലിയൊരു പവർഫുൾ ടൂൾ ആയിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത്, അല്ലെ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഞാൻ MA സൈക്കോളജി പഠിച്ചു. ഓക്കെ, സൈക്കോളജി പഠിച്ച് ഞാൻ വലിയ ആളാന്ന് പറഞ്ഞിരുന്നാലും ഞാൻ വലിയ ആളൊന്നും ആവൂല. ഇപ്പോഴും ആയിന്നല്ലാട്ടോ പറയണത്. ഞാൻ എന്ത് ചെയ്യണം? എന്നെ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. ഓക്കെ, എന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം. ഞാൻ കുറെ കൂടി കാര്യങ്ങൾ അറിവ് നേടാൻ ശ്രമിക്കണം. എന്റെ സംസാരത്തിന്റെ ടോൺ മാറ്റാൻ ശ്രമിക്കണം. എന്നിലുള്ള പോരായ്മകൾ ഞാൻ കണ്ടെത്താൻ ശ്രമിക്കണം. അപ്പോഴേ സക്സസ് ആവുള്ളൂ. ഓക്കെ, പോലെ ഇപ്പൊ നിങ്ങൾ കണ്ടെത്തിയില്ലോ കുറെ കഴിവുകള്, 3 സ്കില്ല് കണ്ടെത്തി. ഈ സ്കില്ല് ഇതുപോലെ സക്സസ് ആവില്ല. തീർത്ത് പറയണം, നിങ്ങൾ സക്സസ് ആവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെ പോളിഷ് ചെയ്യണം. ചെയ്യണ്ടേ? ആരെങ്കിലും വന്നുകൊണ്ട് ഇപ്പൊ ജിൻഷയുടെ വീഡിയോ വന്ന് മുട്ടിയിട്ട്, ജിൻഷ നിനക്ക് ഇത്രയൊക്കെ കഴിവില്ലേ, നിനക്ക് ഈ സ്കില്ലൊക്കെ ഇല്ലേ, വായോ വായോ പോളിഷ് ചെയ്യാന്ന് പറഞ്ഞ് വിളിക്കുവോ? ആരും വിളിക്കൂല. ജിൻഷ തന്നെ എന്ത് ചെയ്യണം? ചെന്ന് ഒന്ന് തുറക്കുവോ, എനിക്കൊന്ന് പോളിഷ് ചെയ്യാനുണ്ട്, ഒന്ന് തുറക്കുവോ, എനിക്കൊന്ന് പോളിഷ് ചെയ്യാനുണ്ട് എന്ന് പറയണ്ടേ? വേണം. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മുൻപിലുള്ളത് വലിയൊരു ഓപ്പർച്യൂണിറ്റി. റഷീദ മാം ഇപ്പോൾ നിങ്ങളുടെ മുൻപിൽ തുറന്നു തന്നിരിക്കുന്നത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ റഷീദ മാം നിങ്ങളുടെ വീട്ടിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങൾ വേണമെങ്കിൽ പിടിച്ചോ, നിങ്ങൾക്ക് സക്സസ് ആവാം. ശരിയാണോ? ശരിയല്ലേ? യെസ്, ശരിയാണ്. അപ്പൊ നമുക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഒരാൾ നമുക്ക് തരുമ്പോഴുണ്ടല്ലോ, നമ്മളത് കണ്ടില്ലാപ്പെട്ട് പോകരുത്. എനിക്ക് ഇത്രയും പ്രായമായി, അല്ലെങ്കിൽ എനിക്ക് മക്കളുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഭർത്താവുണ്ട്, അല്ലെങ്കിൽ വീട്ടില് എന്താ പറയാ മാതാപിതാക്കളുണ്ട്, ഇതൊന്നും ഇതില് ബാധകമല്ല. കാരണം എന്താണെന്നറിയോ? പണ്ടൊക്കെ ആണെങ്കിൽ നമ്മളൊരു കാര്യം പഠിക്കാൻ പോണെങ്കിൽ നമ്മള് ഒന്നില് ബസ്സിൽ കയറണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊണ്ടുപോയാക്കണം, അല്ലെങ്കിൽ നമുക്കൊരു കൂട്ടുകാരി വേണം. ശരിയല്ലേ? ഇന്നിത് വല്ലതും വേണോ? ഇതിപ്പോ ഏതൊക്കെയോ സ്ഥലത്തിരിക്കുന്ന നിങ്ങള്, ഇവിടെ മൂവാറ്റുപുഴ ഇരിക്കണം ഞാൻ, അല്ലേ? ഇതെങ്ങനെയാണ്? ഒരു മൊബൈൽ ഫോണിൽ കൂടെയോ, അല്ലെ? നമ്മുടെ വീട്ടിലിരുന്നു കൊണ്ട് ഇട്ടേക്കുന്ന നൈറ്റിയില്, അല്ലെങ്കിൽ ഇട്ടേക്കുന്ന ചുരിദാറില് ഇരുന്നുകൊണ്ട് നമ്മളുടെ റൂമിൽ ഇരുന്നു കൊണ്ടാണ് നമ്മൾ ഇത് അറ്റൻഡ് ചെയ്യുന്നത്. എന്തിന്? എനിക്ക് മക്കളുണ്ടെന്ന് പറഞ്ഞാലും വലിയ കാര്യമൊന്നുമില്ല. കാരണം എന്താണെന്നറിയോ? എന്റെ ഒരു ഫ്രണ്ട്, ഞങ്ങൾ ഡിപ്ലോമ ചെയ്തപ്പോ അവളുടെ കുഞ്ഞ് ചെറുതായിരുന്നു. അവൾ എങ്ങനെ എക്സാം എഴുതിയെന്നറിയോ? കുഞ്ഞിനെ മടിയിലിരുത്തി ഫീഡ് ചെയ്യിച്ചുകൊണ്ട്. പണ്ടാണെങ്കിൽ ഇത് നടക്കുവോ? ഇല്ല. അപ്പൊ മൊബൈൽ എന്ന് പറയുന്നതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്കൂളായിട്ട് എടുക്കാം. എടുത്തൂടെ?
ഒരു കത്തിക്ക് 2 വശം ഉണ്ടെന്ന് പറയും പോലെ, അതായത് ഒരു കത്തി കൊണ്ട് ഒരാളെ കുത്തിക്കൊല്ലാനും നമ്മുടെ ബാക്കി എല്ലാ കാര്യങ്ങളും കട്ട് ചെയ്തെടുക്കാനും യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ഒരു കത്തിക്ക് 2 വശങ്ങൾ ഉണ്ട് പറയുന്ന പോലെ തന്നെയാണ് മൊബൈലിന്റെ കാര്യം. ഈ മൊബൈൽ കൊണ്ട് റീല് കണ്ടും ഫോൺ ചെയ്ത് ആളുടെ കുറ്റം നീയാളുടെ കുറ്റം പരദൂഷണം ഏഷണി ഇതെല്ലാം പറഞ്ഞു മേടിക്കും നമ്മുടെ സമയം നമുക്ക് കളയാം. ഒന്നാലോചിക്കുക, ഒരു ദിവസത്തിൽ എത്ര സമയം അങ്ങനെ പോണ്ട്? ശരിയാണോ? അല്ല എന്നിട്ട് എനിക്ക് പറയാൻ ഇല്ലാന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കില്ല. ഓ കേട്ടില്ല. ഫ്രീ ടൈം കിട്ടിയ അപ്പൊ റീല് തോണ്ടണം. ഫ്രീ ടൈം കിട്ടിയ അപ്പൊ നമ്മള് റീല് തോണ്ടും. അതുകൊണ്ട് നമുക്ക് ഗുണമുണ്ടോ? അപ്പൊ നമുക്ക് സമയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടോ? ഞാനെന്താ പറയുന്ന വെച്ചാല് എനിക്കൊരു പ്ലാറ്റ്ഫോം വേണം. എനിക്ക് എന്റെ ഒരുപാട് സാധനങ്ങളുണ്ട്. എനിക്ക് അതിന്റെ ഒരു ഇപ്പോഴത്തെ കുട്ടികളെ ഇപ്പോഴത്തെ മാഡം എന്താ പറഞ്ഞ ആയിഷ മാം ഇത് പറഞ്ഞതാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതിന് വേണ്ട സമയം ഞാൻ അതിനോട് അനുബന്ധിച്ച് 2 മിനിറ്റ് സഫ്ന മാം, സോറി 2 മിനിറ്റ് ഞാനൊന്ന് എടുക്കാം. സഫ്ന മാം പറഞ്ഞ പോലെ ഇവര് സമയം ഇല്ലാന്ന് പറയും. സമയം ഇവരുടെ അടുത്ത് ഉണ്ടാക്കിയാലുണ്ടാവും. ജിൻഷന് ഞാൻ ഇവിടുന്ന് ഒമാനിൽ വന്നിട്ട് തല്ലാൻ പറ്റാത്തോണ്ടാ ജിൻഷ എന്റെ അടുത്ത് പറയും സമയമില്ല. പക്ഷെ ജിൻഷക്ക് റീല് കാണാൻ സമയമുണ്ട്. സമയം നമ്മൾ കണ്ടെത്തുന്നതാണ്, സമയത്തിന്റെ പ്രശ്നമില്ല. ഇനി വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ന്യൂ മെമ്പേഴ്സ് ഉണ്ട്. ഇവരെല്ലാരും തന്നെ പലരും പല ട്രെയിനിങ് പ്രോഗ്രാമിനും പല സംവിധാനത്തിനും ഓൺലൈൻ സംവിധാനത്തിനും സമീപിക്കുന്ന ആൾക്കാരാണ്. ചിലപ്പം ഇപ്പം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്, റെക്കോർഡഡ് വീഡിയോസ് ഷെയർ ചെയ്തിട്ട് അതിനൊരു കോഴ്സ് ഫീസ്. അങ്ങനെ ഇപ്പൊ എനിക്കും കുറച്ച് വീഡിയോസ് റെക്കോർഡ് ചെയ്തിട്ട് വരുന്നവർക്കെല്ലാം ആ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ട് ഒരു ഫീസ് വാങ്ങിക്കാം. അത് എനിക്ക് ഫീസ് കിട്ടും, എനിക്ക് സാമ്പത്തികം കിട്ടും. പക്ഷെ ഈ വ്യക്തിക്ക് എത്രത്തോളം അത് പ്രയോജനപ്പെടും എന്ന് എനിക്കറിയില്ല. പക്ഷെ ഷീ സ്കില്ലിന്റെ ക്ലാസ്സിനെ കുറിച്ച് അറിയാത്തവരോട് പറയാം, ഷീ സ്കില്ലിൽ നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ, ലൈവ് ക്ലാസ്, ഡൗട്ട് നിങ്ങൾക്ക് ചോദിക്കാം, പിന്നെ പേഴ്സണൽ ഫോളോ അപ്പ് നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും നിങ്ങൾക്ക് വിളിച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഇതൊക്കെ പോരാൻ ഇതാ മാർച്ച് 8 വരുന്ന ഇൻഷാല്ലാ മാർച്ച് 8 വരുന്ന സംഭവം എത്രത്തോളം വാല്യബിൾ ആണെന്ന് ഞാൻ പറയാം. നിങ്ങളിൽ ഒരാള് ഇപ്പൊ ലേൺ ആൻഡ് പോലുള്ള പരിശീലനത്തിന് ജോയിൻ ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ് ഡിസൈനിങ് ചെയ്യണോ, നിങ്ങൾ ചെയ്ത ഡ്രസ് ഡിസൈനിങ് ആ ഒരു വെബ് ആപ്പിൽ നിങ്ങൾക്ക് ആ ഒരു ഷിനാര എന്ന് പറഞ്ഞിട്ട് ഒരു പേജ് ഉണ്ട് ഡ്രസ് ഡിസൈനിങ്ങിനായിട്ട്. ആ പേജിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം. ഇനി വേറൊരു നെയിം ഇപ്പൊ ഞാൻ പറയുന്നില്ല, വേറൊരു നെയിമിൽ ഒരു സംവിധാനം ഉണ്ട്. അതിൽ നിങ്ങൾ ചെയ്യുന്ന ഫുഡ് നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ ഇതൊക്കെ അല്ലാതെ ബ്രാൻഡും വരുന്നുണ്ട്. നിങ്ങൾ ചെയ്യുന്ന ഫുഡ് നല്ല പാക്ക്, ഇവിടുന്ന് ഞങ്ങൾ പാക്ക് തരും, അതിലൂടെ പാക്ക് ചെയ്ത് നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാം. ഫുഡ്, ഡ്രസ്സ്, ഹോം, പിന്നെ ഗിഫ്റ്റ് ഐറ്റംസ്, അങ്ങനെ എല്ലാ കാര്യത്തിനും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ ചെയ്യുന്നതിന് ഒരു ഷെൽഫ് കൊണ്ടുവരാണ് ഷീമിത്ര എന്ന് പറഞ്ഞാൽ. നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്ന എന്താണോ, ഇപ്പൊ ആയിഷ മാം പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇത് പറയാൻ കാരണം, അവർ ചെയ്യുന്ന എന്താണോ അത് വെക്കാനുള്ള ഒരു ഷെൽഫ്, മറ്റുള്ളവർ കാണുന്ന ഒരു ഷെൽഫ്, അതിൽ ആയിഷ മാം ചെയ്യുന്ന വർക്കുകൾ എന്താണോ അത് അവിടെ ഉണ്ടാവും. ഇനി അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നതാണ് ഈ ഷെൽഫിൽ വെക്കാൻ പറ്റുന്ന ക്വാളിറ്റിയിൽ ഇതായിട്ടില്ല എന്ന് തോന്നുമ്പോൾ ഞങ്ങളുടെ ഓരോ കാറ്റഗറിക്കും അത് ആ ഒരു കാറ്റഗറിയിലുള്ള മെമ്പേഴ്സിനെ, അതിൽ മെമ്പർഷിപ്പ് എടുത്ത മെമ്പേഴ്സിനെ സ്കിൽ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ഉണ്ടാവും. ആ ടീം പറയാണ് നിങ്ങളുടെ ഈ വർക്ക് അത്രമാത്രം പോരാ, ഇത് ഇന്ന ഡിസൈനിലേക്ക് മാറ്റൂ എന്ന് പറഞ്ഞ് അപ്ഡേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട ഫോളോ അപ്പ് തരുന്ന ഏത് സംവിധാനമാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുക. അങ്ങനെ ഒരു സംവിധാനം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഞാൻ എന്റെ ഒരു സംവിധാനം പോലെ അല്ലെങ്കിൽ എന്റെ ബ്രാൻഡ് പോലെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം പോലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ, നിങ്ങൾ ഷീമിത്ര വരുമ്പോൾ വിചാരിക്കുന്നത് 1-2 കാര്യങ്ങളല്ല, 15 കാറ്റഗറി, അത് 20 കാറ്റഗറി ആകുമ്പോൾ 20 കാറ്റഗറി. നിങ്ങൾ ചെയ്ത ഡ്രസ്സിന് വേറെ കാറ്റഗറി, ഫുഡിന് വേറെ, ജ്വല്ലേഴ്സിന് വേറെ, ഗിഫ്റ്റ് ഐറ്റംസിന് വേറെ, പിന്നെ അങ്ങനെ A to Z 20 കാറ്റഗറി, 20 പേജസ് ഉള്ള ഒരു സംഭവമാണ് വരുന്നത്. ആ 20 പേജസിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേജിൽ നിങ്ങൾക്കുള്ള എന്താ പറയാ, നിങ്ങൾക്കുള്ള ഒരു സംവിധാനം അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള വഴി, നിങ്ങൾക്കുള്ള ഒരു മുന്നോട്ടുള്ള ഒരു സ്റ്റെപ്പ് അതിലുണ്ടാവും. ഞാൻ ഷുവർ പറയാണ്.
ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ്. അപ്പം നിങ്ങൾക്ക് സ്കിൽ ട്രെയിനിങ് തരിക എന്നുള്ളതല്ല ഷീ സ്കിൽ തരുന്നത്. ഇനി മുതൽ നിങ്ങൾക്ക് ഇപ്പോഴും ഇതുവരെ അങ്ങനെ തന്നെയാണ്. ഷീ സ്കിൽ ട്രെയിനിങ് തന്ന് ആ വ്യക്തിനെ മുന്നോട്ട് കൈ പിടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇനി നിങ്ങൾക്കായിട്ടുള്ള ഒരു സംവിധാനം ഇപ്പൊ വരുന്നുണ്ട്. ഇപ്പൊ വെബ് ആപ്പ് വരുന്നത്, ഇനി അത് 2027 ഒരു ആപ്പ് ആയിട്ട് തന്നെ മാറുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ മുന്നിൽ ഉണ്ടാവുന്ന ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നുള്ളത് മാത്രമാണ്. ഇതൊക്കെ സഫ്ന മാമിന്റെ സമയമാണ്. അതാണ് ഞാൻ ഇടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇതാണ്. അത് ഞാൻ ആയിഷ മാം പറഞ്ഞതുകൊണ്ട്, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിൽ പലരും ഇപ്പൊ ആയിഷ മാം ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു എക്സിബിഷന് പോയിരുന്നു. ആ എക്സിബിഷന് അവരുടെ റിലേറ്റീവ് തന്നെ കോർഡിനേറ്റ് ചെയ്യുന്ന എക്സിബിഷൻ ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അതല്ല, നിങ്ങൾ വേറെ ഒരു എക്സിബിഷനിൽ നിങ്ങൾ ചെയ്ത എന്ത് വർക്ക് കൊണ്ടുപോയി വെക്കണമെങ്കിലും ഒരു ടേബിളിന് മിനിമം 3000 കൊടുക്കണം. ഒരു ടേബിളിന് മിനിമം 3000 കൊടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ സാധനങ്ങൾ വെക്കാൻ പറ്റും. ഇത് അങ്ങനെ ഒന്നും ഇല്ലാതെ നിങ്ങൾക്ക് ചെയ്ത കാര്യങ്ങൾക്ക് പിന്നെ അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനുള്ള സംവിധാനം, അതിന് വേണ്ട എന്തൊക്കെ ചേഞ്ചസ് വരുത്തണം എന്നുള്ള അപ്ഡേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇതൊക്കെ തരുന്നുണ്ട്. ഇത് ന്യൂ മെമ്പേഴ്സ് ഉണ്ടെങ്കിൽ അവർക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടുള്ള, ഇതിൽ പലരും ഒരു 1 വീക്ക് സൗജന്യ ക്ലാസ് എന്നുള്ള രീതിയിൽ ജോയിൻ ചെയ്തവരുണ്ട്. നിങ്ങൾ സൗജന്യത്തിനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യത്തിനോ പ്രാധാന്യം കൊടുക്കാതെ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. എനിക്കൊരു അവസരം തരുന്നുണ്ട്, ആ അവസരം മാക്സിമം ഞാൻ പ്രയോജനപ്പെടുത്തണം. എനിക്കും പറ്റും എല്ലാവരും ചെയ്ത പോലെ, ഈ നുസ്രത്ത് വരുമാനം കണ്ടെത്തിയതുപോലെ, അല്ലെങ്കിൽ നസീറ സ്വന്തമായിട്ട് ബ്രാൻഡ് ചെയ്തതുപോലെ, ജുവേരിയ ഇത്രയും എമൗണ്ട് ചെയ്തതുപോലെ എനിക്കും ചെയ്യാൻ പറ്റും. അതിനുള്ള ഒരു സപ്പോർട്ട് ഇവർ തരുന്നുണ്ട് എന്നുള്ള രീതിയിൽ മുന്നോട്ട് വരാൻ നോക്കുക. അപ്പൊ നാളെ നമുക്ക് ഇതുപോലെ ഷീ സ്കില്ലിലൂടെ മുന്നോട്ട് വന്ന ഒരു വ്യക്തിനെയും അവരുടെ കാര്യങ്ങളും അറിയാൻ പറ്റും. ടുഗദർനെസ് ട്യൂസ്ഡേയില്, വെൽനെസ് വെനസ്ഡേയിൽ നിങ്ങളുടെ ഫിസിക്കൽ ഹെൽത്ത് ഓക്കെ ആവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്ന് മെന്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു തുടക്കം മാത്രമാണ്. അപ്പൊ സഫ്ന മാമിന്റെ സമയം ഇനിയും കുറച്ച് സമയം കൂടിയുണ്ട്. അപ്പൊ തൽക്കാലം ഞാൻ അതിനിടയിൽ കയറിയതിൽ സോറി. സഫ്ന മാം കണ്ടിന്യൂ ചെയ്തോളൂ. ഓക്കെ, അപ്പോ ഇപ്പോ കുറെ പോയിന്റ്സ് നമ്മൾ പറഞ്ഞു അല്ലെ? എങ്ങനെയാണ് നമുക്ക്, എന്താണ് ഇമ്പോർട്ടന്റ് എന്നാ പറഞ്ഞു? എന്തോ ഒരു കാര്യം പവറാന്ന് പറഞ്ഞു, എന്തായിരുന്നു? വെരി ഗുഡ്, വെരി ഗുഡ്. സ്കില്ലാണ് പവർ. സ്കില്ല് ആദ്യം കണ്ടുപിടിച്ചു. ഇപ്പൊ കണ്ടുപിടിച്ചില്ലല്ലോ ഒരു സ്കില്ല്? എഴുതിയില്ലേ നമ്മള്? കണ്ടുപിടിച്ചു. അതിനുള്ള ഒരു സ്കൂള് നമ്മൾ കണ്ടെത്തി, ഒരു മീഡിയം കണ്ടെത്തി അല്ലെ? ഫോൺ ത്രൂ നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. ഇനി അതിനുള്ള ഓപ്പർച്യൂണിറ്റി നമുക്ക് ആര് തരുന്നുണ്ട്? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഒത്തിണങ്ങി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇനി രണ്ടാമതൊന്ന് ചിന്തിക്കണോ? വേണ്ട. ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒന്നും ആരും നമുക്ക് കൊണ്ടുവന്ന് തരൂല. അതാണ് സത്യം. ഇപ്പൊ നിങ്ങൾ ശരിയായ ഒരു കൈകളിൽ എത്തപ്പെട്ടിട്ടുണ്ട്. ഇനി അത് നിങ്ങൾ ഡിലേ ആക്കാതിരിക്കുക. പിന്നെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുക, ഇപ്പൊ ഒരു കേക്ക് ബേക്ക് ചെയ്യുന്ന ഒരാള് അല്ലെങ്കിൽ ഒരു ജ്വല്ലറി മേക്ക് ചെയ്യുന്ന ഒരാള് വിചാരിക്കും, ഞാൻ ഇത് എന്ന് തുടങ്ങി, ഇനി എന്ന് നന്നായി, ഇനി എന്ന് കുറെ സമ്പാദിക്കാനാ, എന്നിനി ഇത് മാർക്കറ്റ് ചെയ്ത് എന്ന് ശരിയാവാനാ അല്ലെ? ഒരു 2 വർഷം മുമ്പ് നമ്മളിത് ചിന്തിച്ചിട്ടുണ്ടാവും. ശരിയാണോ? ആ 2 വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് നമ്മൾ സക്സസ് ആയേനെ. ശരിയാണോ ഞാൻ പറഞ്ഞേ? ഇനി ഇന്നും ഇത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു 5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും നമ്മൾ ഇത് തന്നെ പറയും. ആണോ? ആണ്. അപ്പൊ ഇനി 5 വർഷം കഴിഞ്ഞ് നമ്മൾ ഒരു ലൂസർ ആകാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു സക്സസ് ആയ ഒരാളായിട്ട് നമ്മൾ നിക്കണം. സമയമൊന്നും ഇല്ലാന്നേ. സമയമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നത് വെറുതെയാ. ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അതായത് ഒരു പൂവ്, ഒരു റോസാപ്പൂവാന്ന് എഴുതിക്കോ. ഒരു ചെടി, റോസാപ്പൂ മരത്തിലല്ലോ, ചെടിയിലല്ലോ നിക്കണത്. അതങ്ങനെ ഉണ്ടായി നിക്കണതാണ് ഭയങ്കര രസം. ആ റോസാപ്പൂവിന്റെ ജീവിതത്തോട് നമ്മളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് ഉപമിച്ച് നോക്കൂ. എന്തെങ്കിലും സാമ്യം ഉണ്ടോ? ഉണ്ടോ? പൂവ് കൊഴിഞ്ഞു പോകും, നമ്മൾ എന്നും ഇതുപോലെ നിൽക്കും. ആണോ? എന്നും ഇതുപോലെ നിക്കുവോ? ഞാൻ എന്നും ഇതുപോലെ ഇരിക്കുവോ? ഇല്ല, പോകും. ഒന്നുമില്ല, എല്ലാം നശിച്ചു പോവില്ലേ? അപ്പൊ ആ റോസാപ്പൂവിന്റെ എതളുകള് അതൊരു 3-4 ദിവസം കഴിഞ്ഞത് കൊഴിഞ്ഞു പോവും. നമ്മളുടെ ജീവിതത്തിന്റെ ഓരോ ദിവസങ്ങള് ആ എതളിനോട്, ആ പൂവിന്റെ ഇതളിനോട് ഉപമിച്ചാല്, സാമ്യപ്പെടുത്തിയാല്
നമ്മുടെ ജീവിതത്തിന്റെ ആ ഓരോ ഇതളുകളാണ് ഈ ഓരോ ദിവസം ഇങ്ങനെ കൊഴിഞ്ഞു 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 പോയിക്കൊണ്ടിരിക്കണേ അല്ലേ? നമ്മളുടെ ആയുസിന്റെ ഓരോ ഇതളുകള്, നമ്മളുടെ ആരോഗ്യത്തിന്റെ ഓരോ ഇതളുകള്, അതാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. സമയമുണ്ടെന്ന് ആരും വിചാരിക്കണ്ട. സമയമില്ല എന്ന് തന്നെ മനസ്സിലാക്കിക്കോ. അതുകൊണ്ട് ഒട്ടും വൈകണ്ട, ഒട്ടും വൈകണ്ട. ഇന്ന് തന്നെ തുടങ്ങിക്കോ. പറ്റുമെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്ത് ഇൻഷാ അല്ലാഹ് നാളെ രാവിലെ മുതൽ നിങ്ങൾ നിങ്ങളുടെ പഠനം സ്റ്റാർട്ട് ചെയ്തു. കാരണം നമുക്ക് സക്സസ് ആവണം. എന്തിനു വേണ്ടി? ലേൺ ആൻഡ് ഏൺ. നമുക്ക് ലേൺ ചെയ്താൽ മാത്രം മതിയോ? പോരാ. പോരാ, നമുക്ക് ഏൺ ചെയ്യാൻ കൂടി വേണം അല്ലെ? നമുക്ക് ഏൺ ചെയ്യാൻ കൂടി വേണം. ഇപ്പോ റഷീദ മാം പറഞ്ഞായിരുന്നു, ഇനി നിങ്ങളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാൽ അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്ന് കൂടി ഷീ സ്കില്ല് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് വലിയൊരു കാര്യാ. ഞാൻ കുറെ സാധനം ഉണ്ടാക്കി എന്റെ കൈ പിടിച്ചിട്ട് ഇത് എങ്ങനെ വിൽക്കണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ അല്ലെ? അങ്ങനത്തെ അതേപോലെ ഉള്ളത്. കറക്റ്റ് പറഞ്ഞു. അതെ അതെ. അപ്പൊ ആ നമ്മുടെ ആയിഷ മാം അങ്ങനെ പറയുമ്പം ഒരു മിനിറ്റ്, ആയിഷ മാം അങ്ങനെ പറയുമ്പോ ആയിഷ മാം മുന്നേ ചെയ്യുന്ന ആളാണ് കേട്ടോ. ഷീ സ്കില്ലിൽ വന്ന് പഠിച്ച് ചെയ്യുന്ന വ്യക്തിയല്ല. മുന്നേ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതാണ്. മുന്നേ ഇൻഡിവിജ്വൽ ആയിട്ട് തന്നെ പഠിച്ച ആളാണ്, വ്യക്തിപരമായിട്ട് തന്നെ പഠിച്ച് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിങ്ങനെ എത്രത്തോളം മെറ്റീരിയൽസ് കയ്യിലുണ്ടെങ്കിലും ചെയ്ത വർക്കുകൾ കയ്യിലുണ്ടെങ്കിലും വീണ്ടും എനിക്ക് തോന്നുന്നു അതിനോടൊപ്പം ചെയ്ത് വെക്കുന്നുണ്ടെന്ന് തോന്നുന്നു. എന്നാ വെച്ചാൽ കഴിഞ്ഞ ദിവസം ആളൊരു എക്സിബിഷനില് പിന്നെ ചെയ്ത് വെച്ച സംഭവങ്ങൾ കാണുമ്പോ അതിൽ കുറെ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. മേഡം പറഞ്ഞു. അപ്പം അതാണ് നമ്മളിപ്പോ ഇപ്പം നമ്മളെ കൂട്ടത്തിൽ പഠിക്കുന്ന ആൾക്കാരെന്നെ കുറച്ച് കഴിഞ്ഞ് പഠിക്കുമ്പോൾ അതേ വർക്ക് ചിലപ്പം ഇപ്പൊ റെസിനാർട്ട് 3 കൊല്ലം മുന്നേ പഠിച്ച ജുവേരിയ പഠിച്ച സിലബസും ഇപ്പൊ പഠിപ്പിക്കുന്നതും തമ്മിൽ കുറെ മാറ്റമുണ്ട്. അപ്പൊ അത് അപ്ഗ്രേഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് ഒന്നുകൂടി അതിന്റെ പുതിയ കാര്യങ്ങൾ പഠിപ്പിക്കാനും അങ്ങനെയുള്ള രീതിയിലൊക്കെ ഫോളോ അപ്പ് നിങ്ങൾക്ക് ഇവിടെ തരും. ഷീമിത്ര എന്ന് പറഞ്ഞ ഒരു സംവിധാനത്തിൽ നിങ്ങൾ ചെയ്ത വർക്കുകൾ സെയിൽ ചെയ്യാൻ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ സംവിധാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ ഒരു ഓൾഡ് വർക്ക് അവിടെ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാല് അതിന് ചിലപ്പം ആൾക്കാർക്ക് താല്പര്യം തോന്നണമെന്നില്ല. അപ്പൊ അത് ചെയ്ത വ്യക്തിനോട് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ, നമുക്ക് ഇന്ന പോലെ ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു പിന്നെ ഫോളോ അപ്പ് കൊടുത്ത് അതൊന്ന് റെഡിയാക്കി എന്നിട്ട് അതിൽ അപ്ലോഡ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ വരും. അപ്പൊ ഇത് ഷീമിത്ര എന്ന് പറഞ്ഞാൽ നിങ്ങളെ മിത്രമായിട്ട് തന്നെ വരുന്നതാണ്. അത് പിന്നെ ഒരു സാഹചര്യം, ഒരു സാധ്യത അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി വേണം എന്നുള്ളവർക്ക് ഷീമിത്ര എപ്പോഴും കൂടെ ഉണ്ടാവും, അത് ഷുവർ ആണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ആൾക്കാർക്ക് അതൊരു മുന്നോട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പൊ പിന്നെ ആയിഷ മാഡം ചെയ്ത വർക്കുകൾ അത് ഇങ്ങനെ ചെയ്യണ്ട, ഇന്നതുപോലെ ചെയ്താൽ ഇതായിരിക്കും കുറച്ച് ഡിമാൻഡ്, ഈ കളറിൽ ചെയ്യണ്ട, ഇന്ന രീതിയിൽ ചെയ്യാൻ, നമുക്ക് പോട്ടിൽ വേണ്ട, ഇന്ന രീതിയിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഒരാളുണ്ടെങ്കിൽ ഒരേ സംഭവം തന്നെ കുറെ പീസസ് അവിടെ വെക്കൂലായിരുന്നു. യുണീക്ക് ആയിട്ടുള്ള സംഭവത്തിന് എപ്പോഴും ഡിമാൻഡ് ഉണ്ടാവും. നമ്മൾ എല്ലാം ഒരേപോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അത് അവിടെ പെൻഡിങ്ങിലാവും. അപ്പൊ അതിനൊക്കെ പോംവഴികൾ പറഞ്ഞു തരാൻ ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ആയിഷ മാമിന് അയ്യോ എനിക്ക് ഒരു സംവിധാനം അത് എന്താ അങ്ങനെ ഒരു പിന്നെ മുന്നോട്ടേക്ക് നയിക്കാനുള്ള ഒരു സപ്പോർട്ടിങ് സംവിധാനം ഇല്ലാത്തതിന്റെ കുറവാണ് ആയിഷ മാമിന് ഉണ്ടായത്. അത് ഇനി ഉണ്ടാവും കേട്ടോ, ഷീമിത്ര വരുന്നതോടുകൂടി ഉണ്ടാവും. ഞാൻ പിന്നെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും ഒരു പോസ്റ്റർ ഒരു സംഭവം ഫോട്ടോ അയച്ചിട്ടൊന്നും പറയാത്തത്, പക്ഷെ ആ ഫോട്ടോ എന്റെ മൈൻഡിലാണ് ഉള്ളത്. നിങ്ങൾ ചെയ്ത ഫോട്ടും കാര്യങ്ങളൊക്കെ ഞാൻ ഒറ്റ നോട്ടത്തിൽ എന്റെ മൈൻഡിലേക്ക് എടുത്തിട്ടുണ്ട്. അതിൽ വരുത്തേണ്ട തിരുത്തൽ എന്താണെന്ന് എനിക്കറിയാം. അത് ഞാൻ അതിനനുസരിച്ച് നിങ്ങൾക്ക് പേഴ്സണലി ഫോളോ അപ്പ് തന്നിട്ട് തന്നെ റെഡിയാക്കും കേട്ടോ. ഓക്കെ അപ്പം പറഞ്ഞോളൂ സപ്ന മാം. ഓക്കെ, ഈ പോയിന്റ് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു, നമ്മളെ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. സ്റ്റോറി ഞാൻ നിങ്ങളോട് പറഞ്ഞതാന്ന് തോന്നുന്നു. ഒരു സ്ത്രീ, ഒരു വയസ്സായ സ്ത്രീ ബ്യൂട്ടീഷ്യൻ ആയിട്ടാണ് സൗദിയിൽ പോയത്. അതായത് അവരുടെ ചെറുപ്പകാലത്തിലെ പോയതാണ്. അവരവിടെ നിന്ന് വയസ്സായി. അവരിങ്ങനെ ചെയ്ത് കുറെ നാള് കഴിഞ്ഞപ്പോ എന്ത് ചെയ്തു, നാട്ടിൽ നിന്ന് ഒരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി, ബ്യൂട്ടീഷ്യൻ പഠിച്ച ഒരു പെങ്കൊച്ചിനെ കൊണ്ടുപോയി. അവിടെ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? അവിടെ നിന്ന് ഈ വയസ്സായ സ്ത്രീ അപ്ഡേറ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. അവര് പഠിച്ചു, അവരത് ചെയ്തു കൊടുത്തുകൊണ്ടേയിരുന്നു. വർഷങ്ങൾക്ക് ശേഷം നാട്ടിൽ നിന്ന് ഒരാളെ കൊണ്ടുവന്നപ്പോ ആ ആൾക്ക് എന്താണ് പുതിയ ട്രെൻഡും കാര്യങ്ങളും എല്ലാം അറിയാം.
അങ്ങനെ ഇതുണ്ടായ സംഭവമാണ് കേട്ടോ, ഇത് കെട്ടുകഥയല്ല, ഇത് ഉള്ള സംഭവമാണ്. അവരവിടെ ചെന്ന് കഴിഞ്ഞപ്പോ അവരവിടെ തഴയപ്പെട്ടതല്ല, അവിടുത്തെ ആളുകൾക്ക് കൂടുതൽ ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ പോയ കുട്ടിയാണ്. കാരണം ഇന്നത്തെ ട്രെൻഡും കാര്യങ്ങളും എല്ലാം അറിയാം. അവസാനം അവരെന്തായി, അവര് വീട്ടിൽ ഒരു പണിക്കാരി മാത്രമായിട്ട് അവിടെ മാറുക ചെയ്തത്. അപ്പൊ നമ്മൾ എത്ര വയസ്സായാലും എന്താണെങ്കിലും നമ്മൾ നിൽക്കുന്ന ഫീൽഡില് നമ്മളെപ്പോഴും അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കണം, നമ്മളിപ്പോഴും നമ്മളെ പോളിഷ് ചെയ്തോണ്ടേയിരിക്കണം, അല്ലെങ്കിൽ അതിന്റെ മാറ്റ് കുറഞ്ഞു പോകും അല്ലേ? അപ്പോ ഈ പറഞ്ഞ പോലെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, നിങ്ങളുടെ സ്കില്ല് നിങ്ങൾ പോളിഷ് ചെയ്യുക. പിന്നെ ഷീമിത്ര ഉണ്ട് നിങ്ങളുടെ കൂടെ നിങ്ങളെ മാർക്കറ്റ് ചെയ്യാനായിട്ട്, അല്ലെ? ഒരാൾ അന്വേഷിച്ച് നിങ്ങൾ പോവണ്ട, നിങ്ങളെ മാർക്കറ്റ് ചെയ്യാനുള്ള ആൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഇനി നമ്മൾ സ്കില്ല് ഡെവലപ്പ് ചെയ്തു, അതിനെ പോളിഷ് ചെയ്തു, അതിനെ പവറാക്കി ഏൺ ചെയ്യാൻ തുടങ്ങാൻ പോവാണ്. നിങ്ങൾക്ക് എന്തിനാണ് പണം, എന്തിനാണ് നിങ്ങൾക്ക് ക്യാഷ്? ഒന്ന് എഴുതി, വേഗം എഴുതി. നിങ്ങൾക്ക് എന്തിനാണ് ക്യാഷ്? എന്നോട് പറയണ്ട, ഒരു 3 പോയിന്റ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 3 പോയിന്റ് മാത്രം എഴുതിയാൽ മതി. നിങ്ങളിപ്പോ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾക്ക് നടക്കാത്ത കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. എന്റെ കയ്യിൽ ക്യാഷ് ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ ഇന്നത് ചെയ്തേനെ എന്ന് വിചാരിക്കുന്ന 3 കാര്യങ്ങൾ വേഗം എഴുതി. ആയിഷ മാം ആലോചിക്കാണോ? ആയിഷ മാമിന് അങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നും ഇല്ല. നിമ്മി കാര്യമായിട്ട് എഴുതുന്നുണ്ട്. പ്രത്യേകിച്ച് ആഗ്രഹം ഞാൻ പറഞ്ഞില്ലേ മാഡത്തിനോട്, ഞാനിങ്ങനെ വെറുതെ ഇരിക്കൂല, ഇങ്ങനെല്ലാം ചെയ്ത് പൈസന്റെ ഒരു ബുദ്ധിമുട്ട് എനിക്കിന്ന് ദൈവം സഹായിച്ചിട്ടില്ല. ഹസ്ബൻഡും മക്കളും എല്ലാം ഉണ്ട്. പക്ഷെ ഞാൻ വെറുതെ ഇരിക്കാതെ ഇങ്ങനെ ചെയ്തോണ്ടേയിരിക്കും. പഠിക്കാണ്ട് ചെയ്തതുകൊണ്ട്, പഠിച്ചിട്ട് ചെയ്തതുകൊണ്ട്. കാര്യം ചെയ്യൂ, ഇപ്പൊ പറഞ്ഞതുപോലെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യും. അപ്പൊ എന്തെല്ലാമാണ് എവിടെയൊക്കെയാണ് മാറ്റേണ്ടതെന്നുള്ള ഒരു നോളജ് ഉണ്ടല്ലോ, അത് കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു കാര്യം പറയട്ടെ, ആയിഷ മാമിന്റെ കാര്യത്തില് സാമ്പത്തികമായിട്ട് പ്രയാസം ഇല്ലെങ്കിലും വെറുതെ ഇരിക്കുന്നില്ല കേട്ടോ. അത് വലിയൊരു കാര്യം തന്നെയാണ്. അവരവരുടെ സ്കില്ലിന് പ്രാധാന്യം കൊടുത്തിട്ട് എന്റെ കഴിവ് ഞാൻ ചെയ്യും എന്നുള്ള രീതിയിൽ പിന്നെ കണ്ടെത്തി മുന്നോട്ട് പോകുന്നത് അത് അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ് കേട്ടോ. കൺഗ്രാറ്റുലേഷൻ ആയിഷ മാം. ഓക്കെ, താങ്ക് യു. അതിനുള്ള സപ്പോർട്ടുമാണ്. അതിനുള്ള സപ്പോർട്ട് എന്തായാലും ഉണ്ടാവും. അതിന് നിങ്ങളെ റിലേറ്റ് അവരും നന്നായിട്ട് പ്രയത്നിക്കുന്നുണ്ടല്ലോ. കടം തീർക്കണം, വീട് വെക്കണം. അല്ല, എന്നോട് പറയണ്ട. അത് നിങ്ങൾ എഴുതി വെച്ചാ മതി, അത് നിങ്ങളുടെ മനസ്സിൽ മതി. എന്തിനാണ് ഞാൻ പഠിക്കുന്നത്, ഞാൻ എന്റെ കംഫർട്ട് സോണിൽ തന്നെ നിന്നാ പോരെ എന്നുള്ള ആ ഒരു ചിന്ത നിങ്ങളിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. അതൊന്ന് എഴുതുക. ഇപ്പം കുറെ പേര് എഴുതുന്ന കുറെ പോയിന്റ്സ് കണ്ടപ്പോഴില്ലേ എനിക്ക് ഭയങ്കര ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം ഇത്രയൊക്കെ കാര്യങ്ങളിൽ ലക്ഷ്യങ്ങളും ഉണ്ടായിട്ടല്ലേ ഇവരിൽ പലരും പിന്നെ പല കാര്യങ്ങൾക്കും സാഹചര്യം ചിലപ്പം അനുകൂല സാഹചര്യം ഇല്ലാത്തവരുണ്ടാവും. എന്നാലും നമ്മൾ പിന്നെ പ്രതികൂല സാഹചര്യങ്ങളെല്ലാം മാറ്റി നിർത്തി എല്ലാം അനുകൂലമാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിച്ചാൽ നടക്കാത്തതൊന്നുമില്ല. പ്രയത്നിക്കുക, ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റും. ആരൊക്കെ കടം വീഴണം, മക്കളുടെ വിദ്യാഭ്യാസം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നടക്കട്ടെ എന്ന് ഞങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കുകയാണ്. അത് നടക്കട്ടെ എന്ന് തന്നെ ആശംസിക്കുകയാണ് കേട്ടോ. ആരും അയ്യോ ഒരുപാട് ഇങ്ങനെ എഴുതിയിട്ട് നിങ്ങൾ ഇതെപ്പോഴാന്നൊന്നും ആലോചിക്കേണ്ട. എല്ലാവർക്കും പയ്യെ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റും. എന്തായാലും ഈ ഷീസ്കിലും ഷീമിത്രയൊക്കെ കൂടെ ഉണ്ടാവും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ചെറിയ തുടക്കം അല്ലെ? ഇന്ന് തന്നെ അല്ലെങ്കിൽ നാളെ തന്നെ ഇതെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിൽ ആരും ഇറങ്ങണ്ട കേട്ടോ. ഒന്ന് ചെറുതായിട്ട് തുടങ്ങി വെക്കുക. പിന്നെ എന്താണ് അതിങ്ങനെ അതൊരു എന്താ പറയാ ഷോർട്ട് ജോയിൻ ചെയ്ത് ഇങ്ങനെ പോകുമ്പോലെ അതിങ്ങനെ ബാക്കി കാര്യങ്ങളെല്ലാം പൊയ്ക്കോളും. നിങ്ങൾ ഇതുവരെ എടുക്കാത്ത ഒരു സ്റ്റെപ്പ്, അതായത് ഇന്നലെ വരെ അല്ലെങ്കിൽ ഇന്ന് വരെ അല്ലെങ്കിൽ തൊട്ട് മുമ്പ് വരെ നിങ്ങൾ എടുക്കാത്ത ഒരു സ്റ്റെപ്പ്, ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എടുക്കാത്ത ഒരു സ്റ്റെപ്പ് നിങ്ങളൊന്ന് എടുത്തു നോക്ക്. റെഡിയാണോ എടുക്കാൻ? റെഡിയാണോ? മൈക്കോൺ ചെയ്യും, അൺമ്യൂട്ട് ചെയ്യും.
റെഡിയാണ്. ഇതുവരെ റെഡിയാണ്. യെസ് യെസ് അത് നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലും നിങ്ങൾക്ക് അതൊരു നഷ്ടമാവൂല. ശരിയാണോ? ശരിയാണ്. സ്കില്ല് പോളിഷ് ചെയ്യാം, എന്തെല്ലാം ചെയ്യാം. സ്കില്ല് പോളിഷ് ചെയ്ത് പവർ ടൂൾ ആക്കാം. റൈറ്റ് ആണോ? മാർക്കറ്റ് ചെയ്യാം. എല്ലാത്തിനും നമ്മുടെ കൂടെ ആരുണ്ട്? സ്കില്ലുണ്ട്. യെസ്. ആ ഒരു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ജിൻഷയുടെ വീട്ടിൽ വന്ന ആരെങ്കിലും മുട്ടി വിളിക്കുമോന്ന് ചോദിച്ചില്ലേ? ആ മുട്ടി വിളിക്കലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോ ഷീസ്കില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ നഷ്ടപ്പെടുത്താതിരിക്കുക. ഞാൻ ഷീസ്കില്ലിന്റെ പരസ്യമല്ല പറയുന്നത്. ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ ഒരാൾ വെക്കുമ്പോൾ നിങ്ങളത് തട്ടിക്കളയരുത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പൊ പലരും പല ആവശ്യങ്ങളും പറഞ്ഞു അല്ലെ? ഈ ആവശ്യങ്ങളെല്ലാം നടക്കും. എങ്ങനെ? നമ്മൾ അകത്തിരുന്ന് നാവ് കൊണ്ട് പറഞ്ഞാലോ മനസ്സുകൊണ്ട് ആഗ്രഹിച്ചാലോ നടക്കൂല. ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇന്നലെ വരെ എടുക്കാത്ത ഒരു സ്റ്റെപ്പ്, തൊട്ട് മുമ്പത്തെ നിമിഷം വരെ നമ്മൾ എടുക്കാത്ത ഒരു സ്റ്റെപ്പ് നമ്മൾ ഇനി എടുക്കാൻ പോവാണ്. കറക്റ്റ് അല്ലേ? നമ്മൾ ഇനി എടുക്കാൻ പോവാണ്. അവിടെ നിന്നായിരിക്കും നമ്മുടെ സക്സസിലേക്ക് നമ്മൾ എത്താൻ പോകുന്നത്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ ടൈമായി. ഒരു ചെറിയൊരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് നമ്മുടെ സെഷൻ അവസാനിപ്പിക്കാം. ഓക്കെ, എല്ലാവരും കണ്ണടച്ച് ഞാൻ പറയുന്നത് കൃത്യമായിട്ട് ഒരു തമാശയായിട്ട് നിങ്ങൾ എടുക്കരുത്. ഇത് നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനോടാണ് പറയുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുള്ളി ആരാന്ന് ഓർക്കണ്ടോന്ന് എനിക്കറിയില്ല. ഓർമ്മയുണ്ടോ പുള്ളിന്? ആർക്കെങ്കിലും പരിചയമുണ്ടോ? സബ് കോൺഷ്യസ് മൈൻഡിന് പരിചയമുണ്ടോ ആ മണ്ടനെ? അപ്പൊ ആ മണ്ടനെ നമ്മൾ ഒന്നുകൂടി പറ്റിക്കാൻ പോവാട്ടോ. റെഡി അല്ലേ എല്ലാവരും? ഓക്കെ, പറഞ്ഞോ. ഇന്നത്തെ ഈ നിമിഷം മുതൽ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്നു. ഞാൻ എന്നെ തന്നെ വിശ്വസിക്കുന്നു. എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുമ്പോഴും എന്റേതായ സ്വപ്നം വളർത്തിയെടുക്കാൻ ഞാൻ ശ്രമിക്കും. പഠിക്കാനും നേടാനും എനിക്ക് പ്രായം ഒരു തടസ്സമല്ല. എനിക്കൊരു തടസ്സമല്ല. ഞാൻ വെറും ഒരു വീട്ടമ്മയല്ല. ധൈര്യമുള്ള, കഴിവുള്ള, സമ്പാദ്യമുള്ള ഒരു സ്ത്രീയാണ്. ഇതെന്റെ തുടക്കമാണ്. ഇതെന്റെ വിജയത്തിന്റെ തുടക്കം. എന്റെ വിജയത്തിന്റെ തുടക്കം. എല്ലാരും പതിയെ കണ്ണു തുറന്നോ. ഇതൊരു തമാശയായിട്ട് എടുക്കരുത്. ലാസ്റ്റ് പറഞ്ഞ വാചകം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞ സെന്റൻസ്? എന്തായിരുന്നു? തുടക്കമാണ് എന്റെ വിജയത്തിന്റെ തുടക്കം. എല്ലാവർക്കും നിങ്ങളുടെ ഒരു വിജയത്തിന്റെ തുടക്കമാവട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സഫ്ന മാം. താങ്ക് യു ഫ്രണ്ട്സ്. ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നാളത്തെ ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്. Good night.